കുടകുറിപ്പുകൾ എന്ന എൻ. പ്രഭാകരന്റെ യാത്രാവിവരണത്തിന്റെ അടുത്ത ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആത്മീയയിൽ അദ്ദേഹം ലേഖനം എത്തിച്ചേർന്നത് വളരെ യാദൃച്ഛികമായിട്ടാണെന്ന് പറയണം. കാരണം മൈസൂരിൽ നിന്ന് തലശ്ശേരിക്ക് വരും വഴി കിട്ടിയിട്ടുള്ള ഒരു സായാഹ്ന പത്രത്തിലാണ് ആത്മീയയിലെ തുളസീദേവിയെ വളരെ വിമർശനാത്മകമായിട്ടുള്ളൊരു വാർത്ത അവരെക്കുറിച്ച് ഉണ്ടായിരുന്നു. അപ്പം അവരും ഭർത്താവും ചേർന്ന് കുടകിൻ്റെ പൂർവ്വ സംസ്കാരത്തെ നിന്ദിക്കുന്നു, കുടകരുടെ നാടോടി കലകളെ അപമാനിക്കുന്നു എന്നൊക്കെയാണ് വാർത്തയിലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് അങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാനും അവിടെ സന്ദർശിക്കാനും ഇടയായത്. അപ്പോൾ പിറ്റേന്ന് തന്നെ അദ്ദേഹം ഒരു എഴുത്ത്, ഈ തുളസീദേവി ഫോക്ലോർ റിസർച്ച് എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണ്. അപ്പോൾ അതിന് മറുപടി അയച്ചത് അരവിന്ദ ആര്യയായിരുന്നു. അങ്ങയുടെ ആത്മീയ കാണാനായിട്ട് ക്ഷണിച്ചുകൊണ്ടാണ് കത്തയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആത്മീയയിലെത്തിയപ്പോൾ ഇദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നി പറയാണ്. കാരണം ഒരു പുരാവസ്തു സൂക്ഷിപ്പ് കേന്ദ്രം എന്നൊക്കെ വിചാരിച്ച് വന്നപ്പോൾ അതേപോലത്തെ ഒരു സ്ഥലം അവിടെ കാണാനുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു മുറിയിൽ കയറിയപ്പോഴും പൗരാണികമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മൺപാത്രങ്ങൾ, അതേപോലെ ആഴത്തെ മോപ്പെ എന്ന് പറയുന്ന ഒരു പഴയ അളവ് പാത്രം, വെടിമരുന്ന് സൂക്ഷിക്കാനുള്ള ബൊടിമത് മോപ്പെ, വസ്ത്രങ്ങൾ സൂക്ഷിക്കാനുള്ള ബട്ടയപ്പെട്ടി എന്ന് പേരായിട്ടുള്ള മൺപെട്ടി, പൂളക്കാല എന്ന് വിളിക്കപ്പെട്ടിരുന്ന മണ്ണിൻ്റെ പ്രഷർ കുക്കർ, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ. പിന്നെ ചിലങ്കകൾ, മരച്ചെരുപ്പുകൾ, മൺവിഗ്രഹങ്ങൾ, ഇതൊക്കെ ആ ഇടുങ്ങിയ മുറിയിൽ ചുവരിനോട് ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അരവിന്ദയുടെ കൂടെ നാട് മുഴുവനും കാണാനായിട്ട് നടന്നു. അപ്പോൾ അരവിന്ദയുടെ ലക്ഷ്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ വിസ്തരിച്ച് പറഞ്ഞു. ആദ്യത്തെ പേര് അലാബക്ഷ ആയിരുന്നു. ധാർവാർക്കാരനായിട്ടുള്ള മുസൽമാന് ആര്യമതത്തിലേക്ക് മാറിയതോടെ പുതിയ പേര് സ്വീകരിച്ചത്. പിന്നെ ധാർവാറിൽ അയാൾ ഒരു പത്രപ്രവർത്തകനായിരുന്നു. തുളസീദേവിയെ അരവിന്ദ പ്രണയിച്ച് വിവാഹം കഴിച്ചു. ഇരുവശത്തു നിന്നും കടുത്ത എതിർപ്പുകൾ ഉണ്ടായിരുന്നു. തന്നോടും തുളസീദേവിയോടുമുള്ള എതിർപ്പിന് പിന്നിൽ ഇപ്പോഴും മതം തന്നെയാണ് പ്രധാന ഘടകമെന്നും അരവിന്ദം പറയണം. പിന്നെ അരവിന്ദ ഒരു തികഞ്ഞ ഈശ്വരവിശ്വാസിയാണ്. ഭൂതകാല ജീവിതവും വർത്തമാനകാല അനുഭവങ്ങളും ദൈവനിശ്ചയവും അനുസരിച്ചാണ് എന്നുള്ള അയാളുടെ വിശ്വാസം അങ്ങേയറ്റം ഉറച്ചതായിരുന്നു. താൻ തുളസീദേവിയെ കണ്ടതും പ്രണയിച്ചതും ആ പ്രണയം വിവാഹത്തിൽ എത്തിയതും ഒടുവിൽ കുടകിലെ ഒരു ചെറുപട്ടണത്തിൻ്റെ പിന്നാമ്പുറത്തുള്ള ചെറിയ മുറിയിൽ നൂറ്റാണ്ടുകളുടെ ഗന്ധമുള്ള പുരാവസ്തുക്കളുടെ സൂക്ഷിപ്പുകാരന് ആയതുമെല്ലാം തികച്ചും പൂർവ്വനിശ്ചിതം മാത്രമാണ് എന്ന് അയാൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം നല്ല ഒഴുക്കുള്ള ഇംഗ്ലീഷിലാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ ഒരു ജനത അവരുടെ ഫോക്ലോർ സംസ്കാരത്തിൻ്റെ ചിഹ്നങ്ങളായി ഉയർത്തിക്കാട്ടുന്നവ ആധുനിക കാലത്തെ വ്യക്തികൾ സൂക്ഷിച്ചവയാകരുത്. അപ്പോൾ ആ നിലപാടിൽ നിന്നും താനും തുളസീദേവിയും പിന്നോട്ട് പോയിട്ടില്ല എന്ന് പറയാം. അപ്പോൾ പുഗേര കുറുമ്പയ്യ എന്നൊരാൾ അടുത്ത കാലത്ത് ഉണ്ടാക്കിയെടുത്ത ഉമ്മാത്താട്ട എന്ന കലാരൂപം നല്ലതോ ചീത്തയോ എന്നത് മറ്റൊരു കാര്യമാണ്. പക്ഷേ അത് കുടകിൻ്റെ ഫോക്ക് കലാരൂപമായി ഉയർത്തിക്കാട്ടുന്നതും ദേശീയവും അന്തർദേശീയവുമായ ഔദ്യോഗിക ആഘോഷങ്ങൾക്ക് കൊണ്ടുപോകുന്നതും തെറ്റാണ്. അപ്പോൾ ആത്മീയ സ്വീകരിച്ച ഈ നിലപാടാണ് കുടകരെ പെട്ടെന്ന് പ്രകോപിതരാക്കിയത് എന്ന് പറയണം. അപ്പോൾ 2 തവണ അവർ സംഘടിതരായി തന്നെ ആത്മീയ ആക്രമിച്ചു. നശിപ്പിക്കാനായി വന്നെന്നും ആ സ്ഥാപനത്തിൻ്റെ ഉള്ളു കണ്ടതോടെ അവർ രോഷം മുറുമുറുപ്പുകളിൽ ഒതുക്കി മടങ്ങി എന്നൊക്കെ അരവിന്ദ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ജേതാവിൻ്റെ വീര്യവും വിശ്വാസവും നിറഞ്ഞ ശബ്ദത്തിൽ അരവിന്ദ് തുടരുകയാണ്. അവർക്കറിയാം അവരല്ല, ഞാനും തുളസിയുമാണ് അവരുടെ സാംസ്കാരിക രൂപങ്ങളുടെയും പുരാവസ്തുക്കളുടെയും യഥാർത്ഥ സംരക്ഷകർ. ആ സത്യം നിലനിൽക്കുന്നിടത്തോളം ഞങ്ങളെ അവർക്ക് ഒന്നും ചെയ്യാനാവില്ല എന്ന് ഇദ്ദേഹം തൻ്റെ വിശ്വാസം അങ്ങനെ പറയുക. അപ്പോൾ എവിടുന്നും തങ്ങൾക്ക് സാമ്പത്തിക സഹായമൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ജീവിതം വളരെ കഷ്ടിച്ചാണ് മുന്നോട്ട് പോകുന്നത്. 20 പ്രോജക്റ്റുകൾ ഒരേ സമയം ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ കുടകിനെക്കുറിച്ച് നടന്ന മുഴുവൻ പഠനങ്ങളും അപൂർണമാണെന്നും തൻ്റെ ഗവേഷണ കേന്ദ്രം എല്ലാ വസ്തുക്കളും വിശദമായി പരിശോധിച്ച ശേഷം വിവിധ വിഷയങ്ങളെക്കുറിച്ച് തീർത്തും ആധികാരികമായ ഗ്രന്ഥങ്ങൾ ഓരോന്നോരോന്നായി പുറത്തിറക്കും എന്നൊക്കെ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അപ്പോൾ തുളസീദേവിയും ഈ കാര്യങ്ങളൊക്കെ ആവർത്തിച്ചു. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി വരുന്ന സാമ്പത്തികം എവിടെ നിന്ന് കണ്ടെത്തുന്ന കാര്യത്തിൽ രണ്ടുപേർക്കും വലിയ പിടിപാടൊന്നുമില്ല. ഇത്രയുമൊക്കെ കാര്യങ്ങൾ 2 പേർ മാത്രമായിട്ട് ചെയ്തു തീർക്കാവുന്നതല്ല എന്നുള്ള കാര്യവും അവരുടെ ആലോചനയിലുണ്ട്. അപ്പോൾ കന്നഡ സാഹിത്യത്തിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം
ഉള്ള തുളസീദേവി ഒരു കോളേജ് അധ്യാപികയുടെ ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടായിട്ടും അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഈ കടുത്ത സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ സഹിച്ചിട്ട് സ്വതന്ത്ര ഗവേഷകയായി തുടരുന്നതെന്ന് ഇദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി എന്ന് പറയണം. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഏതോ ഒരു സംഗതി പരസഹായമില്ലാത്ത തൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള മനക്കരുത്ത് അവർക്ക് നൽകുന്നുണ്ട് എന്ന് ഇദ്ദേഹത്തിന് ഇങ്ങനെ തോന്നി. ഇപ്പോൾ തുളസീദേവിക്ക് എങ്ങനെ ഓരോ പുരാവസ്തുവും കാണിച്ചു തരുന്നതൊക്കെ വളരെ എന്തോ ഒരു സന്തോഷമായതിൽ അവരനുഭവിക്കുന്നതായിട്ട് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവരുടെ ആ പറച്ചിലും കാണിക്കലും ഒക്കെ കാണുമ്പോൾ. അപ്പോൾ 30-നോടടുത്ത് മാത്രം പ്രായം തോന്നിച്ച അവർ ഒരുപാട് ആഴമുള്ള പഠനം ഇതിനെക്കുറിച്ചൊക്കെ നടത്തിയതായിട്ട് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. പുരാവസ്തുക്കൾ ശേഖരിക്കുക മാത്രമല്ല, കുടകിലെ പല ആദിവാസി വിഭാഗങ്ങളുടെയും ഭാഷയെയും സാഹിത്യത്തെയും കുറിച്ച് സാമാന്യം വിശദമായി തന്നെ പഠിച്ചു വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർ. കുടകിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗമായിട്ടുള്ള എരവരുടെ ഇതിഹാസം എന്ന് തുളസീദേവി വിശേഷിപ്പിച്ചത് ബയണയെക്കുറിച്ച് അവരിൽ നിന്ന് ഒരുപാട് വിവരങ്ങൾ ഇദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ എരവരിൽ വലിയൊരു വിഭാഗം കൂലിപ്പണിക്കാരായി സമതലങ്ങളിലും തോട്ടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് തങ്ങളുടെ പൂർവ്വകാല സംസ്കാരത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ മിക്കവാറും പൂർണ്ണമായി തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കാടിനുള്ളിൽ തന്നെ നായാടിയും വനവിഭവങ്ങൾ ശേഖരിച്ചും മറ്റും പ്രകൃതിയുടെ ഒരു ഭാഗമെന്ന പോലെ ജീവിക്കുന്ന എരവരുടെ ചെറു സമൂഹങ്ങളുണ്ടെന്നും അവരാണ് ബയണയെ നിലനിർത്തുന്നതൊക്കെ തുളസീദേവി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എല്ലാ വർഷവും വേനലിൻ്റെ ആരംഭത്തിലൊരു രാത്രിയിൽ എരവരുടെ പല കുടുംബങ്ങൾക്ക് വേണ്ടിയും ഒരു ഗുരുവും 2-3 പാട്ടുകാരും കൂടി ബയണ പാടാൻ ആരംഭിക്കും. പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് തങ്ങളുടെ പ്രധാന ദൈവങ്ങളായ തടിയം പിരാനെയും തടിയം പിരാത്തിയെയും പ്രീതിപ്പെടുത്താൻ അവർ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തും. മോരി, ചീനി, തുടി തുടങ്ങിയ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെയാണ് ബയണ പാടുന്നത്. 4 മാസം കൊണ്ട് പല രാത്രികളിലായി ബയണയുടെ 1-ാം കാണ്ഡം പാടിത്തീരും. പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും ആലോചനകളുമാണ് ഈ കാണ്ഡത്തിൻ്റെ ഉള്ളടക്കം. പിന്നെ ബയണയുടെ 2-ാം ഭാഗം പാടാൻ ആരംഭിക്കുന്നത് മഴക്കാലത്താണ്. പൊതുവായുള്ള മനുഷ്യജീവിതാനുഭവങ്ങളും തൊഴിലും അതുമായി ബന്ധപ്പെട്ട ചൂഷണമൊക്കെയാണ് ആ ഭാഗത്ത് പ്രധാന വിഷയമായിട്ടുള്ളത്. 2-ാം ഭാഗം പാടിത്തീരുമ്പോഴേക്കും മഞ്ഞുകാലം തുടങ്ങും. 3-ാം കാണ്ഡത്തിന് പൊരുതി മരിച്ച വീരന്മാരുടെ അപദാനങ്ങളാണ് മുഖ്യ വിഷയം. 3 കാണ്ഡങ്ങളിലായി ജനനം, പ്രായപൂർത്തിയാകൽ, പ്രണയം, വിവാഹം, വളർച്ച, വാർദ്ധക്യം, മരണം എന്നീ ജീവിതാവസ്ഥകളെയൊക്കെ ഈ വാമൊഴി ഇതിഹാസത്തിൽ വിവരിക്കപ്പെടുന്നുണ്ട് എന്നാണ് തുളസീദേവി പറയുന്നത്. അപ്പോൾ ദൈവങ്ങൾ, സൂര്യചന്ദ്രന്മാർ, പൂക്കൾ, ചെടികൾ, മൃഗങ്ങൾ, ഋതുക്കൾ, മലകൾ, പുഴകൾ എല്ലാമുള്ള പാട്ടുകൾ ബയണയിൽ ഉണ്ട്. ബയണ ഏതാണ്ട് പൂർണ്ണമായി തന്നെ തനിക്ക് മനപ്പാടാണെന്ന് പറഞ്ഞ തുളസീദേവി അതിൻ്റെ കുറേ ഭാഗങ്ങൾ അങ്ങനെ പാടി കേൾപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കേരളത്തിലെ ദൈവങ്ങളെക്കുറിച്ചും ബയണയിൽ പറയുന്നുണ്ട്. പിന്നെ മനുഷ്യ ശരീരത്തിൻ്റെ നശ്വരതയെക്കുറിച്ചും നിസ്സാരതയെക്കുറിച്ചൊക്കെ ബയണയിലെ വരികളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇനി കുശാലപ്പയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ 20 വർഷം മുമ്പ് പയ്യാവൂർ ക്ഷേത്രമുറ്റത്ത് വെച്ചാണ് കുശാലപ്പയെ കണ്ടതെന്ന് അദ്ദേഹം ഓർക്കുകയാണ്. അപ്പോൾ ഊട്ടുത്സവത്തിന് കാളപ്പുറത്ത് അരിയുമായി വന്ന കുടകന്മാരിൽ ഒരാളായിരുന്നു അയാൾ. കുടകരും മലയാളികളും ചേർന്നാണ് പയ്യാവൂർ ക്ഷേത്രത്തിലെ ഉത്സവം നടത്തുന്നത്. അപ്പോൾ കുടകിലെ കടിയത്തു നാട്ടിൽ നിന്നുള്ള ചില കുടുംബക്കാർ കാലാകാലമായി ഉത്സവത്തിന് വേണ്ട അരിയുമായി കാട്ടിലൂടെ എരുതാട്ടി വരുന്നു. കുടകിൽ നിന്ന് പുറപ്പെട്ടാൽ 3-ാം ദിവസമാണ് അവർ പയ്യാവൂരിലെത്തുക. അപ്പോൾ അവരുടെ പാട്ടും നൃത്തവും പയ്യാവൂർ ഉത്സവത്തിൻ്റെ പ്രധാന ഭാഗമാണ്. 13 ദിവസത്തെ ഉത്സവത്തിൻ്റെ അവസാനത്തെ നാളുകളിൽ പാതിരാത്രി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ബക്കളം ദാമോദരനും നമ്മളുടെ ലേഖകനും കൂടി ആ ക്ഷേത്രത്തിലെത്തിയതെന്ന് പറയും. അപ്പോൾ അപ്പോഴേക്കും പാട്ടും മറ്റ് ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി രാവിലെ 4 മണി വരെ വേറെ പരിപാടികളൊന്നുമില്ല. അത്രയും നേരം എങ്ങനെ കഴിച്ചു കൂട്ടുമെന്ന് അറിയാതെ അവരിങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോഴാണ് കുശാലപ്പയെ പരിചയപ്പെട്ടത്. അപ്പോൾ മങ്കി ക്യാപ്പും കറുത്ത കമ്പിളി ഷർട്ടും പാൻസും ആയിരുന്നു കുശാലപ്പയുടെ വേഷം. അപ്പോൾ കാഴ്ചയിലെ പ്രായം ഊഹിച്ചെടുക്കുക എളുപ്പമായി തോന്നിയില്ലെങ്കിലും ആ മനുഷ്യൻ്റെ നിൽപ്പും നടപ്പിലുള്ള നിഷ്കളങ്കമായ ചിരിയൊക്കെ കൂടി വാർദ്ധക്യത്തിൻ്റെ സൂചനകളെ വ്യക്തമായി തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കുശാലപ്പ പിന്നെ അവരുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറയണം. അപ്പോൾ ആയിരുന്ന കാലം മുതൽ അയാൾ പയ്യാവൂരിൽ വരുന്നുണ്ട്. അടുത്ത കൊല്ലം മകൻ കവേരപ്പയെ കൂടി കൊണ്ടുവരും. പയ്യാവൂർ ക്ഷേത്രവും കുടകുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കഥകളും കുശാലപ്പ ഇങ്ങനെ വിശദമായിട്ട് പറയണം.
അപ്പോൾ മന്നൻ നായർ എന്ന രാജാവിൻ്റെ കാലത്ത് പയ്യാവൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം അരിക്ക് ഭയങ്കര ക്ഷാമമുണ്ടായി. അപ്പോൾ അത് കാരണം രാജാവ് കാലിയാർ ഈശ്വരൻ്റെ ഊട്ടുത്സവം മുടക്കി. കാലിയാർ കാടും മലയും കടന്ന് കുടക് നാട്ടിലേക്ക് പോയി. അവിടെ കാലി മേയ്ക്കുന്ന കുട്ടികളെയാണ് ആദ്യം കണ്ടത്. അപ്പോൾ കാലിയാർ ഈശ്വരൻ അവർക്ക് മായാവിദ്യ കൊണ്ട് നേന്ത്രപ്പഴം ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അച്ഛനമ്മമാരെയും കൂട്ടി വരാൻ അവരോട് പറഞ്ഞു. കുട്ടികൾ അച്ഛനമ്മമാരെയും കൂട്ടി വരുമ്പോൾ ദൈവം നരിയായി വേഷം മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ പേടിച്ചോടാൻ തുടങ്ങിയവർക്ക് ദൈവം സ്വന്തം രൂപം കാണിച്ചു കൊടുത്തു. പിന്നെ ദൈവം അവരോടൊപ്പം രാജാവിൻ്റെ അടുത്തേക്ക് പോയി. കഴിയത്തു നാട്ടിൽ നിന്ന് തൻ്റെ ഊട്ടുത്സവത്തിന് അരി എത്തിക്കുന്നതിനുള്ള കൽപ്പനയും അടയാളമായി പൊടിയരിയും വാങ്ങി. അങ്ങനെ തുടങ്ങിയതാണ് കടിയത്തു നാട്ടിലെ കുടകരും പയ്യാവൂരും തമ്മിലുള്ള ബന്ധം എന്നാണ് കവേരപ്പ പറഞ്ഞത്. കുശാലപ്പ പറഞ്ഞത്. അങ്ങനെ അയാൾക്ക് അത് പറഞ്ഞത് ഭയങ്കര ഒരു ആത്മസംതൃപ്തി അയാൾക്കുണ്ടായിരുന്നു. പിന്നെ അയാൾ കൊക്കേരിയിലെ തൻ്റെ വീട്ടിലേക്ക് ഇവരെ ക്ഷണിച്ചു. എന്നിട്ട് ഒരു അഡ്രസ്സും എഴുതി കൊടുത്തു. അപ്പോൾ സാധാരണ ഇങ്ങനെ അഡ്രസ്സൊന്നും എഴുതി കൊടുത്താൽ അവിടെ ഒന്നും പോകൽ നടക്കാറില്ല. പക്ഷേ ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും കുടകിൽ പോകാനുള്ള ഭാഗ്യം ലഭിച്ചു. അപ്പോൾ അങ്ങനെ ഈ ഇദ്ദേഹത്തിൻ്റെ കുശാലപ്പയുടെ അഡ്രസ്സ് തപ്പിയെടുത്തിട്ട് കൊക്കേരിയിലേക്ക് പോവുകയാണ്. ചാണകം മെഴുകിയ കളവും കളത്തിന് ഉയർന്ന തുമ്പ്, പറമ്പിൻ്റെ അതിരിൽ പശുക്കളുടെ ആല, അങ്ങനെ പണ്ടത്തെ ഒരു കർഷക ഭവനത്തിൻ്റെ കെട്ടുമട്ടുള്ളതായിരുന്നു കുശാലപ്പയുടെ വീട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ കുടക് ഭാഷ മാത്രം അറിയുന്ന അവർക്ക് ഇവർ പറയുന്നൊന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല. അപ്പോൾ കാളിയാർ ഈശ്വരൻ്റെ കോമരത്തച്ഛൻ്റെ ആൾക്കാരാണ് വന്നിട്ടുള്ളത് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവരൊരു തൂക്കുവിളക്ക് കത്തിച്ചിട്ട് വരികയാണ് പുറത്തേക്ക്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുശാലപ്പയും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള കവേരപ്പയും കൂടി വന്നു. ഇപ്പോൾ കുശാലപ്പയ്ക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അദ്ദേഹം അങ്ങനെ കൃഷിയൊക്കെ ചുറ്റി നടന്ന് ഇവരെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയൊക്കെയാണ്. അപ്പം അന്ന് കുശാലപ്പ എന്നിട്ട് അവരെ അവിടെ സൽക്കരിച്ച് അവിടെ താമസിപ്പിക്കുകയാണ്. പിന്നെ വയലിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ അവരെ അവിടെ താമസിപ്പിച്ചു വന്നു. കുശാലപ്പയുടെ ഭാര്യയ്ക്ക് കേരളത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടായിരുന്നു. അതുപോലെ കുടകിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ അവർക്ക് ലേഖകനോടും പറയാനായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അവർ വീട്ടുമുറ്റത്ത് കണ്ട വാലാട്ടി ചെമ്പയെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് തുടങ്ങിയത്. പക്ഷേ ഈ ഓണം കഴിഞ്ഞു എന്ന വിവരം അറിയിക്കാനായിട്ട് എല്ലാ കൊല്ലവും കേരളത്തിൽ നിന്നാണ് വരുന്നതെന്നാണ് കുടകരുടെ വിശ്വാസം. വാലാട്ടി ചെമ്പ വന്നു കഴിഞ്ഞാൽ കൃത്യം 1 മാസത്തിനകം പുത്തരിയാണ്. കാവേരി സംഗമം കഴിഞ്ഞാൽ കുടകരുടെ ഏറ്റവും വലിയ ഉത്സവം അതാണ്. എം.എൻ. ശ്രീനിവാസൻ്റെ പുസ്തകത്തിലും അതേപോലെ ദർബുല മർഫിയുടെ പുസ്തകത്തിലൊക്കെ ഈ ഉത്സവത്തിൻ്റെ വ്യത്യസ്ത രീതികൾ വളരെ മനോഹരമായിട്ട് വിവരിച്ചിട്ടുണ്ട്. നെൽകൃഷിയുമായിട്ട് കുടകർക്കുള്ള ബന്ധത്തിൻ്റെ അങ്ങേയറ്റ സുന്ദരവും വൈകാരികവുമായിട്ടുള്ള ആവിഷ്കാരമാണ് പുത്തരി. ഒരു വർഷത്തിലെ ആദ്യം വയലിൽ നിന്നും പുതിയ നെൽക്കതിരുകൾ കൊയ്തു കൊണ്ടുവരുന്ന ഈ ചടങ്ങ് വൃശ്ചിക മാസത്തിലെ പൗർണമി ദിവസം അതിരാവിലെയാണ് നടക്കുക. കൃത്യമായിട്ട് സമയം ഓരോ സ്ഥലത്തെയും ജ്യോത്സ്യന്മാർ നിശ്ചയിച്ചു കൊടുക്കും. ആദ്യത്തെ കതിര് കൊയ്യാനുള്ള മുഹൂർത്തം ഏതാണ് എന്നറിയുന്നതിനായി കുടകരുടെ പ്രാദേശിക ദൈവങ്ങളിൽ പ്രധാനിയായിട്ടുള്ള ഇഗുത്തപ്പൻ പണ്ട് തളിപ്പറമ്പിലെ ബന്ദ്രക്കോലപ്പനെ കാണാൻ വന്നതായിട്ട് പുത്തരിപ്പാട്ടിൽ പറയുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ പുന്നെല്ല് കൊയ്യുക എന്നുള്ളൊരു സുപ്രധാന കർമ്മം കുടുംബത്തിൽ ആരാണ് നിർവഹിക്കേണ്ടതെന്ന് ജ്യോത്സ്യനോട് ചോദിച്ചാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ തീരുമാനിക്കപ്പെടുന്ന ആൾ ആരായാലും വീട്ടിലെ ചെറിയ ആൺകുട്ടിയായാലും പുത്തരി ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ കഴിയുന്നതുവരെ ആൾക്ക് പിന്നെ വീട്ടിൽ പ്രത്യേക പരിഗണന നൽകിക്കൊള്ളണം. വെള്ളക്കുപ്പായം ധരിച്ച് മറ്റുള്ളവരാൽ തൊട്ട് അശുദ്ധനാക്കപ്പെടാതെ അയാൾ എന്നും കഴിയണം എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ കതിര് കൊയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആൾ പുത്തരി ദിവസം രാവിലെ മുന്നിലെ വാദ്യക്കാരും അതിന് പിന്നിലെ വിളക്കേന്തിയ പെൺകുട്ടിയും പിന്നെ മറ്റുള്ളവരും ഒക്കെ ആയിട്ട് വയലിലെത്തും. അയാളെ കിഴക്കുദിക്കിനെ വണങ്ങി നെൽച്ചെടിയുടെ ചുവട്ടിലെ ഒരു ഇലപ്പൊതി കെട്ടുന്നു. വീട്ടിൽ നിന്ന് പുതിയ മുളംകുറ്റിയിൽ ഉപചാരപൂർവ്വം കൊണ്ടുവന്ന പാല്, തേന്, നെയ്യ്, തേങ്ങാപ്പൂള്, എള്ള, ഇഞ്ചി തുടങ്ങിയവ നെല്ലിൻ ചുവട്ടിൽ ഒഴിക്കുന്നു. എല്ലാവരും പൊലി ദൈവേ എന്ന് ആർപ്പ് വിളിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരാൾ തോക്കുയർത്തി ആകാശത്തേക്ക് ഒരു തവണ വെടി ഉതിർക്കുന്നു. കതിർ കൊയ്യുന്ന ആൾ ഓരോ തവണയും ഒറ്റ സംഖ്യയിൽ നിൽക്കുന്ന അത്രയും കതിര് തന്നെ കൊയ്യണം എന്നുള്ള നിർബന്ധത്തോടെ പല പ്രാവശ്യം കതിര് കൊയ്യുന്നു. ഒരു വർഷത്തെ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി വീട്ടിലെ ഓരോ ഭാഗത്തും ഇലയിൽ ചുറ്റിക്കെട്ടി വയ്ക്കാനുള്ളതാണ് ഈ കതിരുകൾ. വീട്ടിൽ തിരിച്ചെത്തിയാൽ കതിര് കൊയ്ത ആളുടെ കാല് കഴുകി കൊടുക്കുകയും
അയാൾക്ക് കുടിക്കാൻ പാല് കൊടുക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെയാണ് അവരുടെ പുത്തരി എന്ന് പറഞ്ഞ ചടങ്ങ്. 8-9 ദിവസം നീണ്ടു നിൽക്കുന്ന പാട്ടും കഥ പറച്ചിലും കളിയും ഒക്കെ ആയിട്ടുള്ള പുത്തരി ഉത്സവത്തിന് പണ്ട് മുതലേ പാടിക്കൊണ്ടിരുന്ന പാട്ടുകളും കഥകളും ഒക്കെ ഫോക്ലോർ സമാഹാരത്തിലെ ഇന്ത്യയിലെ തന്നെ ആദ്യ ക്ലാസിക്കുകളിലൊന്നായ പട്ടോലപ്പളമേ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ ഉണ്ട്. അതിൽ 1924 നടിക്കേരിയണ്ട ചിന്നപ്പ പുറത്തിറക്കിയ ഈ കൃതി സമീപകാലത്താണ് അദ്ദേഹത്തിൻ്റെ പേരക്കിടാങ്ങൾ ബൊവേരിയണ്ട നഞ്ചമ്മയും ചിന്നപ്പയും ചേർന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അപ്പോൾ ഈ സമാഹാരത്തിലുള്ള പുത്തരിപ്പാട്ടുകളിലൊന്നായ കൊടിച്ചിര ഉടുപ്പ് മലയാളികൾക്ക് പ്രത്യേകം കൗതുകം തോന്നാനിടയുള്ള ഒന്നാണ് എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കുറച്ച് പരിഭാഷ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള തമാശ പാട്ടുകൾ, കഥകൾ, വീട്ടിലും നാട്ടിലുള്ള ആചാരങ്ങൾ ഇവയൊക്കെ ചേർന്നുള്ള വിപുലവും ഗംഭീരവുമായിട്ടുള്ള ഉത്സവമായിരുന്നു പണ്ട് പുത്തരി എന്ന് പറയുന്നത്. അപ്പോൾ കാലം ജീവിതത്തിൽ വരുത്തി തീർത്ത നാനാതരം മാറ്റങ്ങൾ പുത്തിരിയുടെ വൈകാരികമായിട്ടുള്ള ഉള്ളടക്കത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് പറയും. ഒരു കാലത്ത് കുടകിൻ്റെ സാമ്പത്തിക ശേഷിയുടെ അടിസ്ഥാനം തന്നെ നെൽകൃഷിയായിരുന്നു. അധികം വരുന്ന നെല്ല് മലബാറിൽ കൊണ്ടുപോയി വിൽക്കുകയും വിറ്റ് പണക്കാരാവുന്നത് സ്വപ്നം കാണുകയും ഒക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങൾ കുടക് കഥാഗാനങ്ങളിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നെല്ലിനും അതുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങൾക്കും കുടകരുടെ ജീവിതത്തിൽ ഇത്രയധികം പ്രാധാന്യം കൈവരുന്നത് അത് സമ്പത്തിൻ്റെയും അതുവഴി ജീവിത സുഖങ്ങളുടെയും പിഴയ്ക്കാത്ത അടയാളം ആയതുകൊണ്ടാണ്. അപ്പോൾ കുടകിലെ സാമൂഹ്യ ജീവിതത്തിൻ്റെയും മതാനുഷ്ഠാനങ്ങളുടെയും വിവിധ തലങ്ങളെ ആധികാരികമായി വിവരിച്ചിട്ടുള്ള എം.എൻ. ശ്രീനിവാസന് നെല്ലിനോട് കുടകർക്കുള്ള ആത്മബന്ധം വ്യക്തമാക്കുന്ന ഒരു അനുഷ്ഠാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് വയലിൽ നെല്ല് കതിരിട്ടത് ആദ്യമായി കാണുന്ന ഒരാൾ ഉടൻ തന്നെ വീട്ടിലേക്ക് തിരിച്ചുപോയി പത്തായത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയും, ഞാൻ നെൽക്കതിർ കണ്ടു, ഞാൻ നെൽക്കതിർ കണ്ടു, ഓ പത്തായമേ അമ്പരക്കരുത്, അത്ഭുതപ്പെടരുത്. അപ്പം നിറഞ്ഞ് കവിയുന്ന വമ്പിച്ച വിളവുണ്ടാവാൻ പോവുകയാണ് എന്ന് പത്തായത്തിന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അയാൾ. സമൃദ്ധമായ വിളവ് എന്ന ആഗ്രഹത്തെ സഫലമാക്കുന്നതിന് ലളിതമായിട്ടുള്ള ഒരു അനുഷ്ഠാനമായിട്ടാണ് ഇതിനെ അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുത്തരിക്ക് കതിരി കൊയ്യുന്ന ദിവസത്തെ അനുഭവങ്ങൾ ഒരു കുടവ് കുടുംബത്തോടൊപ്പം പങ്കുവെച്ചതിനെ കുറിച്ചുള്ള വിവരണം ദർബില മർഫിയുടെ പുസ്തകത്തിൽ മനോഹരമായിട്ടുള്ള ഒരു ഭാഗമാണ്. ആ ഭാഗം അവർ അവസാനിപ്പിക്കുന്നത് നിർവികാരമായിട്ട് നമുക്ക് വായിച്ചു പോകാനാവില്ല എന്ന് ഇദ്ദേഹം പറയുകയാണ്. കുടക് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ ഉത്സവത്തെ വിചിത്രമായിട്ടുള്ള ഒരു പ്രാദേശിക ആചാരം മാത്രമായോ കൗതുകകരമായിട്ടുള്ള ഒരു പഴയ അന്ധവിശ്വാസം മാത്രമായിട്ടോ കാണുക അസാധ്യമാണ്. ആർക്കറിയാം, മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ഒരു പക്ഷേ ലോകത്തെവിടെയും അതിൽ കവിഞ്ഞ ഒന്നുമായിരിക്കില്ല. പക്ഷേ ദൈവം ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ഞാൻ കരുതുന്നു നിലാവ് നിറഞ്ഞ ആ രാത്രിയിലെ പുത്തരി വചനങ്ങൾ മന്ത്രിച്ചു കൊണ്ടിരിക്കെ ഞങ്ങൾ തീർച്ചയായും അവൻ്റെ വളരെ അടുത്തെത്തിയിരിക്കുന്നു. അപ്പോൾ ദർബില മർഫി കുടകിലെ അതിഥിയായി കഴിഞ്ഞത് സമ്പന്നമായിട്ടുള്ള ചുറ്റുപാടുകളിലാണ്. കുശാലപ്പയെ പോലുള്ള ഒരു പാവം കർഷകൻ്റെ ജീവിതത്തിലെ പുത്തരിയുടെ അർത്ഥവും അനുഭവവും വേറെ ആയിരിക്കും. വാലാട്ടി പക്ഷിയിൽ നിന്ന് തങ്ങളുടെ കൊയ്ത്തുത്സവത്തിൻ്റെ വരവറിയിക്കുന്നവരുടെ ആനന്ദവും പക്ഷേ ഒടുവിൽ ചെന്ന് സ്പർശിക്കുക ദൈവത്തെ തന്നെയാവും. അപ്പോൾ കുശാലപ്പയുടെ വീട്ടിൽ നിന്ന് പിറ്റേന്ന് രാവിലെ അവർ യാത്രയൊക്കെ പറഞ്ഞിട്ട് പോരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവർക്ക് ഒരു സഞ്ചിയിൽ നിറയെ മധുര നാരങ്ങ കൊടുത്തു വിടുകയാണ്. മകനും മകളൊക്കെ ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ കുടുംബമായിട്ട് വല്ലാത്തൊരു ആത്മബന്ധം അവർക്ക് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു എന്ന് കുടകിലെ ശുദ്ധമായിട്ടുള്ള വടക്കൻ മലയാളം കേൾക്കാൻ പറ്റുന്ന ഒരേ ഒരു ഗ്രാമം എരുമാടാണ്. എരുമാട് അല്ലെങ്കിൽ എമ്മേമാട് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗങ്ങളിൽ നിന്നുള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കുടിയേറിയ മലയാളി മുസ്ലിങ്ങളുടെ പിന്മുറക്കാരായിട്ടുള്ള കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. വിരാജ്പേട്ട മർക്കാറ റൂട്ടിലെ നബോക്ലുവിൽ നിന്ന് 4-5 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് ശാന്തവും നിശ്ചലവുമായിട്ടുള്ള ഈ ഗ്രാമം എന്ന് പറയും. അവിടെ എരുമാട്ടെ മുസ്ലിങ്ങൾക്ക് പല പ്രത്യേകതകളുണ്ട് എന്ന് പറയുന്നത് വെച്ചാൽ മാതൃകാപരമായിട്ട് അവരുടെ ഭാഷാസ്നേഹം, മതവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി തന്നെ കുട്ടികളെ മാതൃഭാഷ പഠിപ്പിക്കുന്നവരാണ് അവർ. തലമുറകളായിട്ട് മറ്റൊരു ഭാഷാ സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴും അവർ മലയാളത്തോടുള്ള മമത കൈവെടിയുന്നില്ല. 300-ലേറെ വർഷം മുമ്പ് കുടകിലെ കുത്തനാട്, താവൂര്, എരുമാട് എന്നിവിടങ്ങളിലായി ജീവിച്ച ഷഹീദ് എന്ന സന്യാസി വര്യൻ്റെയും അറബിത്തങ്ങൾ എന്നറിയപ്പെടുന്ന സെയ്ദ് ഹസൻ സഖാഫ് അൽ ഹള്ളറമിൻ്റെയും
മഖാമുകളും വലിയൊരു പള്ളിയും ഉള്ള എരുമാട് ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട മുസ്ലിം ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അപ്പോൾ എരുമാട് പള്ളിയിലെ വർഷം തോറും നടക്കുന്ന ഉറൂസിന് വടക്കൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നു തന്നെ 10,000-കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരും. പാണ്ട് നേർച്ചയുടെ തീയതി പള്ളിയിൽ വിളംബരം ചെയ്യുമ്പോൾ മലയാളം തീയതി കൂടി പറയണമെന്ന കീഴ്വഴക്കവും പള്ളി സ്ഥാപിക്കപ്പെട്ട കാലം മുതൽക്ക് തന്നെ ഉള്ളതാണ്. ഇപ്പോൾ എരുമാട്ടെ മുസ്ലിങ്ങൾ പശുവിനെ കൊല്ലുകയോ ഗോമാംസം കഴിക്കുകയോ ചെയ്യില്ല. നൂറ്റാണ്ടുകളായിട്ട് നിലനിർത്തി പോരുന്ന ഈ നിശ്ചയത്തിന് പിന്നിൽ ആ പ്രദേശത്തിൻ്റെ പ്രശസ്തിക്ക് കാരണക്കാരനായ സൂഫി ഷഹീദിൻ്റെ ജീവിതാന്ത്യത്തിൽ ഉണ്ടായതായി വിശ്വസിക്കപ്പെടുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരനുഭവം ഉണ്ട് എന്ന് പറയും. 17-ാം നൂറ്റാണ്ടിലെ ഈജിപ്തിൽ നിന്നും മതപ്രചരണാർത്ഥം സ്വസഹോദരിയോടൊപ്പം ഇന്ത്യയിലെത്തിയ സൂഫിയാണ് ഷഹീദ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച ശേഷം സൂഫി ഷഹീദ് കുടകിലെ കൂത്തനാട് എന്ന സ്ഥലത്തെത്തി. അവിടെ പുഴയോരത്ത് അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലം ഇപ്പോഴും ഒരു പുണ്യസ്ഥലമായി കരുതി സൂക്ഷിച്ചു പോരുന്നുണ്ട്. ഇപ്പോൾ കൂത്തനാട്ടെ ഉറൂസിന് എത്തിച്ചേരുന്ന ഭക്തജനങ്ങളെ സ്വീകരിക്കുന്നത് നെറ്റിയിലെ പൊട്ടുതൊട്ട കഴുത്തിൽ രുദ്രാക്ഷമാല അണിഞ്ഞ ഒരു ഹിന്ദു സന്യാസിയും താടിയും തൊപ്പിയും നിസ്കാരത്തഴമ്പുള്ള ഒരു മുസ്ലിം പുരോഹിതനും ചേർന്നാണ്. സൂഫി ഷഹീദ് കുറച്ചുകാലം കൂത്തനാട്ടിൽ കഴിഞ്ഞ ശേഷം ഭാഗമണ്ഡലത്തിനടുത്ത താവൂരിലേക്ക് താമസം മാറ്റി. അതിനുശേഷം അദ്ദേഹം എരുമാട്ടെത്തിയത്. അപ്പോൾ അന്യമതസ്ഥനായിട്ടുള്ള ഈ സന്യാസിയുടെ നേർക്ക് ജനങ്ങൾക്കിടയിൽ വളർന്നുകൊണ്ടിരുന്ന ആരാധനാ മനോഭാവം അദ്ദേഹത്തിന് കുറേ ശത്രുക്കളെയും ഉണ്ടാക്കി. അപ്പം അങ്ങനെ അവരെ അദ്ദേഹത്തിൻ്റെ സഹോദരിയെ എങ്ങനെയൊക്കെയോ സ്വാധീനിച്ചു. ഒരു ദിവസം എന്തോ ആവശ്യത്തിന് പുറത്തുപോയ സൂഫി വീട്ടിൽ വന്ന് കയറുമ്പോൾ അവിടെ പതിയിരിക്കുകയായിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ നേർക്ക് നിറയൊഴിച്ചു. അപ്പോൾ വെടിയേറ്റ സൂഫി ഓടി ബാരിക്കൊല്ലി എന്ന സ്ഥലത്തെ വയലിന് നടുവിലുള്ള വലിയ കരിമ്പാറ വരെ എത്തി. അവിടെ തളർന്നു വീണ സൂഫിയും ഷഹീദിന് പാല് കൊടുക്കാനായി അല്പം അകലെയുള്ള ഒരു കുടകൻ്റെ വീട്ടിലെ ആലയിൽ നിന്ന് ഒരു പശു കയറും പൊട്ടിച്ച് ഓടിയെത്തി. പശു പാറയ്ക്ക് താഴെയുള്ള നീർച്ചാലിൽ തൻ്റെ അകിട് കഴുകിയതിന് ശേഷം സൂഫിയെ പാലൂട്ടി. അടുത്ത ദിവസം ആ മിണ്ടാപ്രാണി സൂഫിക്ക് അരികിലെത്തി. അദ്ദേഹത്തിൻ്റെ ദാഹവും ക്ഷീണവും അകറ്റി. 3-ാം ദിവസവും പശു ആലയിൽ നിന്ന് കയറ് പൊട്ടിച്ച് ഓടുന്നത് കണ്ട വീട്ടുടമ അതിൻ്റെ പിന്നാലെ ചെന്ന് സൂഫി കിടക്കുന്ന പാറയ്ക്ക് അരികിലെത്തി. മരിക്കാൻ പോകുന്ന ആ മനുഷ്യന് ഒരു ഇറക്ക് വെള്ളം നൽകാനായി അയാൾ നീർച്ചാലിൽ നിന്ന് വെള്ളം എടുത്തു വരുമ്പോഴേക്കും ആ വെള്ളം കുടിച്ച പ്രതീതി പോലെ അദ്ദേഹം കണ്ണടച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിത്രകാരനായിട്ടുള്ള ഭാഗ്യനാഥനും കുടക് യാത്രയിൽ നേരത്തെ 2-3 തവണ സഹയാത്രികനും ആയിരുന്ന ഉമ്മറും ഒത്തിട്ടാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എരുമാട്ടേക്ക് നമ്മളുടെ ലേഖൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂഫി ഷഹീദിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ദർഗാ ഷെരീഫിലേക്ക് ജാതിമത ഭേദമില്ലാതെ ആർക്കും പ്രവേശിക്കാം. ഔലിയായെക്കുറിച്ചുള്ള പുസ്തകങ്ങളും വീഡിയോ ഓഡിയോ കാസറ്റുകളും അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. കാസറ്റുകൾക്ക് പുറമെ പ്ലാസ്റ്റിക് നിർമ്മിതമായിട്ടുള്ള ചെറിയ നേർച്ചപ്പെട്ടികളും ഭക്തന്മാർക്ക് വാങ്ങിക്കൊണ്ടു പോകാനായിട്ടുണ്ട്. വീട്ടിലോ കടയിലോ വെക്കാനുള്ളതാണ് നേർച്ചപ്പെട്ടി. പെട്ടി നിറഞ്ഞാൽ അതിലെ സമ്പാദ്യം ദർഗയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കണം. പിന്നെ ദർഗാ ഷെരീഫിനോട് ചേർന്നുള്ള പള്ളിയിലെ മുദ്ദീൻ അബ്ദുൾ റസാഖ് ഇവർക്ക് പ്രസാദം കൊടുത്തു. അരിപ്പൊടിയാണ് എരുമാട് ദർഗാ ഷെരീഫിലെ പ്രസാദം. അപ്പോൾ ഒരു തുറന്ന പാത്രത്തിൽ അത് നിറച്ച് വെച്ചിട്ടുണ്ട്. ഭക്തന്മാർക്ക് അരിപ്പൊടി സ്പൂൺ കൊണ്ട് കോരി കയ്യിലിട്ട് തരും. ചെറിയ പാക്കറ്റുകളായിട്ട് ഈ പ്രസാദം വാങ്ങാൻ ചെയ്യും. അങ്ങനെ ഇവർ ദർഗയിൽ നിന്ന് ഇറങ്ങി ഔലിയ കിടന്നു മരിച്ച പാറക്കല്ല് കാണാനായിട്ട് പോയി. പള്ളിയിൽ നിന്ന് കഷ്ടിച്ചൊരു 3/4 കിലോമീറ്ററോളം ദൂരെയാണത്. 7-ാം ക്ലാസ്സുകാരനായിട്ടുള്ള അബ്ദുൽ സമദ് എന്ന പയ്യൻ വഴി കാണിക്കാനും ഔലിയായുടെ കഥ പറയാനുമായിട്ട് ഇവരോടൊപ്പം കൂടുകയാണ്. അപ്പോൾ പാറയിലെ അടയാളങ്ങളെ അവൻ ഔലിയായുടെ കാൽപ്പാട്, അദ്ദേഹത്തിൻ്റെ അകിട് ചുരത്തിക്കൊടുത്ത പശുവിൻ്റെ കുളമ്പിൻ്റെ അടയാളം, അതിൻ്റെ കഴുത്തിലെ കയറിൻ്റെ അടയാളം എന്നൊക്കെ അങ്ങനെ വിവരിച്ചു കൊടുക്കുന്നുണ്ട് ഇവർക്ക്. അപ്പോൾ സൂഫി ഷഹീദിനെ അദ്ദേഹത്തിൻ്റെ അന്ത്യദിനങ്ങളിൽ പാൽ കൊടുത്തു പോറ്റിയ ജന്തു എന്ന നിലയിൽ പശുവിനെ മാത്രമല്ല അതിൻ്റെ വർഗത്തിൽപ്പെട്ട എരുമ, പോത്ത്, കാള ഇതിനൊക്കെ അവർ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് സൂഫി ഷഹീദിനെ കൊല്ലാൻ ശത്രുവിന് സഹായം ചെയ്തു കൊടുത്ത് ചതിപ്പണി ചെയ്ത സ്ത്രീയുടെ പിന്മുറക്കാരെന്ന നിലയ്ക്ക് മകാം സന്ദർശിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സ്ത്രീകൾക്ക് പണ്ടുകാലത്തെ കർശനമായിട്ടുള്ള വിലക്കുണ്ട്. അപ്പോൾ ഇപ്പോഴും സ്ത്രീകളുടെ നേർച്ചപ്പണം ശുദ്ധിയാക്കിയതിന് ശേഷം മാത്രമാണ് അവിടെ സ്വീകരിക്കാറുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ പശുവിനെ അല്ലെങ്കിൽ എരുമ, പോത്ത്, കാള ഇതിനെയൊന്നും തന്നെ ഭക്ഷണമാക്കാത്തത്. അപ്പോൾ എരുമാട് പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ മതം വിശ്വാസികൾക്കിടയിൽ വേർതിരിവ് ഉണ്ടാക്കുന്നില്ല എന്നതാണ്. ഔലിയായുടെ മഖാം സന്ദർശിക്കാൻ മുസ്ലിങ്ങളെ പോലെ ഹിന്ദുക്കളും ധാരാളമായിട്ട്
വരാറുണ്ട്. പിന്നെ കന്നുകാലികൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്ക് എരുമാട്ടെ പ്രാർത്ഥന കൊണ്ട് ഉടൻ ഫലം ലഭിക്കുന്നതാണ് വിശ്വാസം. അപ്പോൾ മനോരോഗങ്ങൾക്ക്, മറ്റു കഠിന രോഗങ്ങൾ എന്നിവയ്ക്കൊക്കെ ശമനം തേടിയും ആളുകൾ ഇവിടെ വരാറുണ്ട്. മതം ഏതായാലും ദൈവത്തിലും പുണ്യപുരുഷന്മാരിലൊക്കെയുള്ള വിശ്വാസത്തിൻ്റെ തലത്തിൽ മനുഷ്യൻ സമ്പൂർണ്ണമായിട്ട് ഐക്യപ്പെടുന്ന ഒരു അനുഭവം അവിടുത്തെ ഗ്രാമീണ ജീവിതത്തിലുണ്ട് എന്ന് പറയാം. അപ്പോൾ എരുമാട് ദർഗ ഷെരീഫ് നൂറ്റാണ്ടുകളായി ഈ അനുഭവത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരിടാണ്. അപ്പോൾ ഇവിടുത്തെ ആണ്ട് നേർച്ചയോടൊപ്പം നടക്കുന്ന മതപ്രസംഗങ്ങളെ ആവർത്തിച്ച് ഊന്നി പറയുന്ന ഒരാശയം ഹിന്ദു മുസ്ലിം സൗഹൃദം ആണ്. പിന്നെ കുടകിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക പ്രാധാന്യമുള്ള ആരാധനാ കേന്ദ്രമാണ് എരുമാട് ദർഗാ ഷെരീഫ്. അപ്പോൾ മതവൈരം ഇടയ്ക്കിടെ ആളിക്കത്തിക്കൊണ്ടിരുന്ന ഒരു പ്രദേശമാണ് കുടക്. BJP, ബജ്രംഗ് എന്നീ ഹിന്ദു സംഘടനകൾക്ക് പുറമെ കുടക് മൂലനിവാസി സംഘം, ജനജാഗരണ വേദി, ഭക്തജന സംഘം, ഹിന്ദു ജാഗരണ വേദിക എന്നിങ്ങനെയുള്ള പ്രാദേശിക സംഘടനകളും കുടകിലുണ്ട്. അപ്പോൾ കുടക് ദേശീയത എന്ന ആശയത്തിൻ്റെ അനുബന്ധമായിട്ട് ചില ഘട്ടങ്ങളിലെ ബോധപൂർവം തന്നെ സ്ഥാനത്തിൻ്റെ പദവി ബോധപൂർവം തന്നെ മുസ്ലിം വിരോധം ഉയർത്തി പിടിക്കപ്പെടും. അപ്പോൾ എല്ലാ സ്ഥലത്തെയും പോലെ കുടകിലും ഇത്തരം വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കൂട്ടിച്ചേർക്കുകയാണ്. ഇപ്പോൾ 1986 നവംബറിൽ വിരാജ്പേട്ട, ബിട്ടങ്കല, അമ്മത്തി, ഒണ്ടയങ്ങാടി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അക്രമം കത്തിപ്പടർന്ന് നെല്ലുവിറ്റ് പണം വാങ്ങാൻ ഇരിട്ടിയിലേക്ക് പോയ AK ലവ എന്ന കർഷകൻ മരിച്ചതിനെ ചൊല്ലി മലയാളി വിരുദ്ധമായിട്ടുള്ള ഒരുപാട് കിംവദന്തികൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടാണ്. 2001 ഡിസംബറിലെ വർഗീയ കലാപം, പാവൂർ ഹരിചന്ദ്ര ക്ഷേത്രം കാവേരി സംക്രമണത്തിന് ദിവസം മാത്രം പൂജ നടത്തിയിരുന്നു. ഈ ക്ഷേത്രത്തിലെ ഏതാനും ഓടുകൾ നശിപ്പിക്കപ്പെട്ടതിനെ തുടർന്നിട്ടാണ്. അപ്പോൾ കാവേരി സംക്രമണോത്സവം നടക്കുന്നതിൽ പാലൂർ ക്ഷേത്ര പരിസരത്തെ ഹിന്ദുക്കൾക്ക് ആഘോഷം നടത്താൻ ആവശ്യമായ പാത്രങ്ങളും മറ്റു സഹായങ്ങളും നൽകിയിരുന്നത് തൊട്ടടുത്തുള്ള കൊട്ടമുടി ഗ്രാമത്തിലെ മുസ്ലിങ്ങളാണ്. കർണാടക PUCL-ൻ്റെ 2002 ജൂലൈയിലെ ബുള്ളറ്റിനിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഓട് നഷ്ടപ്പെട്ട കാര്യം പൂജാരി അരുൺകുമാർ ആദ്യമായി ഫോൺ ചെയ്ത് അറിയിക്കുന്നത് മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള കരീമിനെയാണ്. അപ്പോൾ അത്രയേറെ പരസ്പര വിശ്വാസത്തിലായിരുന്നു അവർ. ഈ കലാപത്തിൽ പോലീസ് കണക്കനുസരിച്ച് 50 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടമുണ്ടായി. 100 കണക്കിന് മലയാളി കുടുംബങ്ങൾക്കാണ് ഇത്തരം കലാപങ്ങളെ തുടർന്ന് ഓരോ തവണയും കുടകിൽ നിന്ന് സർവ്വതും ഉപേക്ഷിച്ച് പോരേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ 100-150 വർഷം മുമ്പ് തോട്ടപ്പണിക്കും വയൽപ്പണിക്കും ഒക്കെ ആയിട്ട് കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് കുടകിൽ വന്ന് പാർപ്പുറപ്പിച്ച പിന്മുറക്കാരാണ് ഇവരിൽ അധികം ആൾക്കാർ. അങ്ങനെ കാലാകാലമായിട്ട് കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ ആയിട്ട് കഴിയുന്ന ഈ മനുഷ്യർ സ്വന്തം കിടപ്പാടും തൊഴിലും ഒക്കെ നാമമാത്രമായിട്ടുള്ള സമ്പാദ്യവും നഷ്ടപ്പെട്ട് കഴിഞ്ഞാണ് സ്വന്തം നാട്ടിലേക്ക് പലപ്പോഴും തിരിച്ചു പോരുന്നത്. ഇപ്പോൾ ദൈനംദിന ജീവിതത്തിൽ മുസൽമാനെ തങ്ങളുടെ ശത്രുവായി കാണുന്ന സ്വഭാവം കുടകർക്കില്ല. അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമാണ് അവർ മുസൽമാനെ കാണുന്നുള്ളൂ. അപ്പോൾ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ മാപ്പിളമാരുടെ പീടികയിൽ തന്നെ പോകണമെന്ന് കുടകന്മാർ തന്നോട് പറഞ്ഞതായിട്ട് ദർവല മർഫി എഴുതിയിട്ടുണ്ട്. കാവേരി നമ്പീശൻ നോവലിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള നഞ്ചി ഒരു ഘട്ടത്തിൽ പണത്തിന് ആവശ്യം വന്നപ്പോൾ തൻ്റെ സർപ്പാകൃതിയിലുള്ള പതക്കം പതിച്ച 5 പോയിൻ്റ് സ്വർണ്ണമാല തലശ്ശേരിയിൽ തട്ടാൻ്റെ അടുത്ത് വിൽക്കാൻ കൊടുത്തയക്കുന്ന ഒരു മാപ്പിളയുടെ കയ്യിലാണ്. അപ്പോൾ തലയോട്ടിയുടെ ചിരിയുള്ള മാപ്പിള തന്നെ പറ്റിക്കുകയില്ലെന്ന് അവൾ വിശ്വസിക്കുന്നു. അപ്പോൾ ആ വിശ്വാസം തെറ്റിപ്പോകുന്നുമില്ല. അപ്പം അങ്ങനെ നാപ്പോഗ്ലുവിൽ നിന്ന് എരുമാട്ടേക്കുള്ള ബസ്സിൽ കോലുമുട്ടായി ഊമ്പിക്കൊണ്ട് ഉമ്മയുടെ അരികിൽ നിൽക്കുന്ന 4-5 വയസ്സുള്ള മുസ്ലിം പെൺകുട്ടിയുടെ മുഖത്തു കണ്ട സാരല്യം കേരളീയ ഗ്രാമത്തിൽ 10-40 വർഷം മുമ്പ് പൊതുവെ കാണുമായിരുന്നതാണ് എന്ന് പറയാം. അതായത് കുടക് ഗ്രാമങ്ങളിലെ സാധാരണ ജനജീവിതത്തിൻ്റെ അകവും പുറവും, അതിൽ നന്മയും തിന്മയും, ഹിന്ദുവിൻ്റേതായാലും മുസ്ലിമിൻ്റേതായാലും 4 ദശകം മുമ്പുള്ള കേരളീയ ജീവിതത്തിൻ്റെ തനി പകർപ്പും ഒക്കെ അവിടെ വിരാജ്പേട്ടയിൽ നിന്ന് മർക്കാറയിലേക്കുള്ള യാത്രയിൽ ഒരിക്കൽ പരിചയപ്പെട്ട കൂളിമാടുകാരനായ മൊണ്ണപ്പ എന്നുള്ള വൃദ്ധനെയാണ്
ഒരിക്കൽ പരിചയപ്പെട്ടത്. അപ്പോൾ നാട്ടുവിശേഷങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ മൊണ്ണപ്പ അങ്ങനെ പറഞ്ഞു, കാവേരിയമ്മ കഴിഞ്ഞാൽ കുടകിലെ എല്ലാ ദൈവങ്ങളും കേരളത്തിൽ നിന്ന് എത്തിയവരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ദൈവങ്ങളുടെയും അച്ഛൻ വയത്തൂരെ കാലിയരാണ്. ദൈവവിഷയമുള്ള മൊണ്ണപ്പയുടെ ഈ ധാരണ മറ്റ് പല കുടകന്മാരും പങ്കുവയ്ക്കുന്നുണ്ട് എന്ന് പറയണം. അപ്പോൾ ചരിത്രാതീത കാലം മുതൽക്കേ കുടകരും വടക്കേ മലയാളത്തിലുള്ളവരും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ് കുടക് ചരിത്രകാരന്മാർ കരുതുന്നത്. മഹാശിലാ സ്മാരകങ്ങളുടെ നിർമ്മാതാക്കൾ കേരളത്തിൽ നിന്ന് പെഗ്കള, മാനന്തവാടി ചുരങ്ങൾ വഴി കുടകിലേക്ക് കുടിയേറി എന്നാണ് കുടക് ആർക്കിയോളജിയെക്കുറിച്ച് ഗവേഷണ പഠനങ്ങൾ നടത്തിയിട്ടുള്ള KK സുബയ്യയുടെ നിഗമനം. ഇപ്പോൾ കേരളത്തിൽ കണ്ടെത്തിയതിനോട് വ്യക്തമായ സാമ്യമുള്ള പഴുതറകളും തൊപ്പിക്കല്ലുകളും കുടകിലുണ്ട്. ഇത്തരം പ്രാചീന ശവസംസ്കാര സ്ഥലങ്ങളിൽ നിന്ന് കറുപ്പും ചുവപ്പും പാത്രങ്ങളും മറ്റും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 1600 കാലത്ത് ഹലേരി രാജവംശത്തിൻ്റെ ഭരണത്തിന് കീഴിൽ വരുന്നതിന് മുമ്പ് ഇന്നത്തെ അതിരുകളോടുകൂടിയ കുടക് നിലവിലുണ്ടായിരുന്നില്ല. വടക്കേ മലബാറിലെയും ദക്ഷിണ കർണാടകത്തിലെയും തുടർച്ച പോലെയാണ് അത് കരുതപ്പെട്ടിരുന്നത്. പല കാലങ്ങളിലായി വടക്കേ മലബാറിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ധാരാളം പേർ കുടകിൽ കുടിയേറി അവിടെ സ്ഥിരതാമസക്കാരാക്കിയിട്ടുണ്ട്. 1951 സെൻസസ് അനുസരിച്ച് കുടക് മാതൃഭാഷ സംസാരിക്കുന്ന ഒരു 65,000-ഓളം പേരും അതേപോലെ അവിടുത്തെ മലയാളികളുടെ എണ്ണം ഒരു 33,000-ഓളവും ആയിരുന്നു. ഇനി ദക്ഷിണേന്ത്യയിലെ മറ്റു ജനവിഭാഗങ്ങളിൽ നിന്ന് രൂപത്തിലും താല്പര്യത്തിലും വസ്ത്രധാരണ രീതിയിലും ആചാരങ്ങളിലും ഒക്കെ പ്രകടമായിട്ടുള്ള വ്യത്യാസമുണ്ട്. കുടകർക്ക് രാജസ്ഥാനികളാണെന്നും അറബികളാണെന്നും കുർദുകളാണെന്നും ഒക്കെ കുടകരെ കുറിച്ച് പറയാറുണ്ട്. ഇപ്പോൾ ഏതായാലും കുടക് കാശ്മീർ മുതൽ മധ്യപ്രദേശ് വരെയുള്ള സംസ്ഥാനങ്ങളിലെ 800ഓളം ഗ്രാമങ്ങളിൽ നിന്നായി വന്നവരാണ് ഇവിടെ ഉള്ളവർ. നദിയും കുടക് ആൻഡ് ദർ ഒറിജിൻസ് എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഹിന്ദുക്കളല്ല, മറ്റ് ദ്രാവിഡ വിഭാഗങ്ങളിൽ പെടുന്ന രണശൂരന്മാരുടെ പ്രത്യേക വംശമാണ് പിന്നെ ഇവരിലുള്ളത് എന്നൊക്കെയാണ് അവരെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ധാരണ. ജനറൽ കരിയപ്പയുടെയും ജനറൽ തീയമ്മയുടെയും നാട്ടുകാർക്ക് അവരുടെ ധൈര്യത്തെയും കായിക ബലത്തെയും കുറിച്ച് ഒരുപാട് പറയാനുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അവരും വംശീയമായ കലർപ്പുകൾക്ക് വിധേയരായിട്ടുണ്ടെന്ന് പൊതുവെ കരുതാമെന്ന് പറയുന്നു. സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരു കാലത്ത് കുടകരും മലയാളികളും തമ്മിൽ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ദൊഡ്ഡ വീരരാജേന്ദ്ര കണ്ണൂരിലെ അറക്കൽ രാജവംശവുമായി നല്ല സൗഹൃദത്തിലായിരുന്നു. രാജാവ് കണ്ണൂരിൽ നിന്നും ഉറുദു സംസാരിക്കുന്ന കുറേ മുസ്ലിം വ്യാപാരികളെ വിരാജ്പേട്ടയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് പാർപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ പട്ടാള മേധാവിയായിരുന്ന ബൊഞ്ഞിര മുത്തണ്ണയുടെ അധികാര പരിധി വടക്കൻ കേരളത്തിലെ മാടായി വരെ ഉണ്ടായിരുന്നു എന്നും കുടകിലുള്ള നാടോടി സംസാരം അങ്ങനെയാണ്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് പെരമ്പാടി ചുരം വഴി കുടകിലേക്കുള്ള റോഡിൻ്റെ പണി 1848 പൂർത്തിയായത്. അപ്പോൾ അതോടെ കുടകും കേരളവും തമ്മിൽ നല്ല ഒരു ബന്ധത്തിലായി. അപ്പോൾ വിശ്വാസത്തിൻ്റെയും ആചാരങ്ങളുടെയും കാര്യത്തിലും കേരളവും കുടകും തമ്മിൽ നൂറ്റാണ്ടുകളായിട്ടുള്ള ബന്ധമുണ്ട്. ആരാധനാ സമ്പ്രദായങ്ങളും പൂർവിക ആരാധന ലോകത്തിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ആരാധനാ സമ്പ്രദായങ്ങളിൽ ഒന്നാണ്. അപ്പോൾ വടക്കൻ കേരളവും കുടകും ഈ ആരാധനാ രീതി പിന്തുടരുന്നുണ്ട്. പിന്നെ കുടകിലെ ഐൻമനകൾ എന്ന് പറയുന്ന വലിയ മനകൾ, തറവാട്ട് വീടുകൾ നിർമ്മിച്ചത് മലബാറിൽ നിന്നുള്ള കൽപ്പണിക്കാരും ആശാരിമാരുമാണ്. കേരളത്തിലെ നാലുകെട്ടുകളുടെ രൂപം തന്നെയാണ് ഈ ഐൻമനകൾക്ക് ഉള്ളത്. ഈ വലിയ കെട്ടിടങ്ങളിൽ പഴയകാല കുടക് കുടുംബത്തിലെ 100-150 ആളുകൾ ഒന്നിച്ചാണ് താമസിച്ചിരുന്നത്. ഐൻമനകളുടെ അടുത്തായി പറമ്പിൽ ഒരു മൂലയ്ക്കുള്ള നിർമ്മിതിയാണ് കൈമട. കാരണവന്മാരെ കുടിയിരുത്തിയിരിക്കുന്ന ഇടങ്ങളാണിവ. കൈമടകളിൽ അതാത് കുടക് തറവാട്ടുകാർ വർഷത്തിലൊരിക്കൽ, ചിലപ്പോൾ പല വർഷങ്ങൾ കൂടുമ്പോഴും കാരണവന്മാരെ ഓർമ്മിച്ചും പ്രാർത്ഥിച്ചും തിറ നടത്തും. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുള്ള ചെറിയ രൂപങ്ങൾ കൈമടയിൽ പൂജിക്കും. അവിടെ വിളക്ക് വെച്ച് അതിനു മുന്നിലായി കാരണവന്മാർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അകത്തു വെച്ച് കൊടുക്കുകയും ചെയ്യും. കൈമടകളിൽ നടത്തുന്ന തിറകളിൽ കാരണവന്മാരുടെ കോലം കെട്ടിയിരുന്ന കേരളത്തിൽ നിന്നുള്ള വണ്ണാന്മാരാണ്. ഏതു കാരണവരുടെ കോലമാണോ കെട്ടുന്നത് ആ കാരണവരുടെ സ്വഭാവത്തെക്കുറിച്ചും അയാളുടെ ശാരീരികമായ പ്രത്യേകതകളെക്കുറിച്ചുമെല്ലാം വണ്ണാന് വ്യക്തമായ ധാരണയുണ്ടാവും. മുടന്തുള്ള കാരണവരുടെ കോലമാണ് കെട്ടുന്നതെങ്കിൽ വണ്ണാൻ
മുടന്തിയാണ് നടക്കുക. ശബ്ദത്തിലും സംസാര രീതിയിലും മുഖഭാവത്തിലുമെല്ലാം ഈ അനുകരണം ഉണ്ടാവും. വണ്ണാൻ കുടുംബവും കുടകു കുടുംബവും തമ്മിലുള്ള ബന്ധത്തിന് കൃത്യമായ തുടർച്ച ഉണ്ടാവും. തങ്ങൾ തിറകെട്ടുന്ന കുടുംബങ്ങളിലെ പൂർവികന്മാരുടെ ചരിത്രം മുഴുവൻ വണ്ണാന്മാരുടെ ഓരോ തലമുറയും അനന്തര തലമുറയ്ക്ക് കൈമാറും. അപ്പോൾ കൈമടകൾ ഇപ്പോഴും കുടകിലുണ്ട്. പക്ഷേ കൂട്ടുകുടുംബ ജീവിതം തന്നെ പഴങ്കഥയായി മാറിയിരിക്കും. കൈമടകളോടുള്ള വൈകാരിക ബന്ധവും അങ്ങനെയായി മാറിയതിൽ അത്ഭുതമല്ല എന്ന് പറയാം. ഇനി വിശേഷാവസരങ്ങളിലെ കൈമടകൾ അടിച്ചുവാരി വൃത്തിയാക്കി വിളക്ക് വയ്ക്കുന്നല്ലാണ്ട് ഇപ്പം അതിന് വേറെ പരിഗണനയൊന്നും കിട്ടുന്നില്ല. പിന്നെ കാരണത്തിറയാണെങ്കിൽ മിക്കവാറും ഇല്ലാതായി എന്ന് തന്നെ പറയാം. തിറ ഗംഭീരമായി നടന്നിരുന്ന കാലത്ത് പോലും ഈ ഏർപ്പാടിനെ അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത ധാരാളം പേര് കുടകിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാരണത്തിറയോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചടങ്ങോ കാണാൻ ഒരിക്കൽ പോലും പോയിട്ടില്ലാത്ത 65കാരനായിട്ടുള്ള ഒരു കുടകൻ്റെ കാര്യം 1952 എം.എൻ. ശ്രീനിവാസ് എഴുതിയിട്ടുണ്ട്. അതായത് പൂർവികാരാധന മലബാറിൽ നിന്ന് ഇറക്കുമതി ചെയ്ത അസംബന്ധം മാത്രമാണെന്നാണ് ചിലരുടെ വിശ്വാസം. അപ്പോൾ തിറകെട്ടിയ വണ്ണാൻ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനെ സല്യൂട്ട് അടിക്കുന്നത് കണ്ട കാര്യം പറഞ്ഞ് ഈ ഏർപ്പാട് മഹാ തട്ടിപ്പാണെന്ന് ചെറുപ്പക്കാരനായ ഒരു കുടകൻ തന്നോട് പറഞ്ഞ കാര്യവും ശ്രീനിവാസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് പൂർവികാരാധനയും ഭൂതാരാധനയും സാധ്യമാവില്ല എന്ന് കുടകരെ വിശ്വസിപ്പിക്കുന്നതിൽ മലയാളികൾ വിജയിച്ചിട്ടുണ്ടെന്നും അവർ ഭൂതങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ ഈ റവറൻ്റ് എഫ് കിറ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യമാകുമ്പോഴേക്കും ഈ രംഗത്ത് മലയാളി പരാജയപ്പെട്ടു തുടങ്ങിയിരുന്നു എന്നാണ് ശ്രീനിവാസ് തരുന്ന വിവരങ്ങൾ. കുടകരെ ഒരു മതേതര വംശീയ ന്യൂനപക്ഷമായിട്ട് ഭരണഘടനാപരമായി തന്നെ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരാണ് ഈ സംഘടനകൾ. അപ്പം അതിനുള്ള ന്യായമെന്ന നിലയിൽ അവർ ആദ്യം പറയുന്ന കാര്യം ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ കുടക് കുടുംബത്തിൻ്റെയും അതിദേവൻ കാരണവരാണ് എന്നതാണ്. കാരണവരെ കുടിയിരുത്തിയിരിക്കുന്ന കൈമടകളാണ് തങ്ങളുടെ യഥാർത്ഥ ക്ഷേത്രങ്ങൾ എന്നും അവർ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്ഷേത്രങ്ങളുടെ ഭാഗമായിരുന്ന വണ്ണാന്മാരെയും അവർ ഉൾപ്പെടുന്ന മലയാളി സമൂഹത്തെയും തങ്ങളുടെ ആത്മീയ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യമായിട്ട് അവർക്ക് അംഗീകരിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ഇനി കാവേരി അമ്മയുടെ മക്കൾ. അപ്പോൾ കാവേരി അമ്മയുടെ മക്കളെന്ന് സ്വയം നിർവഹിച്ചതിന് ശേഷമേ കുടകരെ കാരണവന്മാരെ കുറിച്ചും മഴയുടെയും കൃഷിയുടെയും പുത്തരിയുടെയും ദേവനായ ഇഗുത്തപ്പനെയും കുട്ടത്തമ്മ, പൊന്നാങ്കലത്തമ്മ, കേന്ദ്രപ്പ തുടങ്ങിയ ദൈവങ്ങളെക്കുറിച്ചും ബയത്തൂരപ്പനെയും പയ്യാവൂരെ കാലിയാർ ഈശ്വരനെയും കുറിച്ചുമെല്ലാം പറയുക. തങ്ങളുടെ നാട്ടിലെ ഏറ്റവും പവിത്രവും ഗംഭീരവുമായ ദൈവസാന്നിധ്യമായിട്ടാണ് അവർ കാവേരി അമ്മയെ കാണുന്നത്. അപ്പോൾ കാവേരി ജന്മം കൊണ്ട ഉടനെ അവളെ അതിശക്തമായിട്ടുള്ള ആദ്യത്തെ ഒഴുക്കിൽ കുളിപ്പിച്ചപ്പോഴാണ് കുടക് സ്ത്രീകളുടെ സാരിയുടെ കുത്ത് പുറകിലേക്ക് മാറിപ്പോയതെന്നും അങ്ങനെയാണ് അപൂർവമായിട്ടുള്ള ആ സാരി ഉടുപ്പ് രീതി ഉണ്ടായതെന്നുമാണ് കഥ. അപ്പോൾ കാവേരിയുടെ ഉത്ഭവസ്ഥാനമായിട്ടുള്ള തലക്കാവേരിയിലെ തുലാം സംക്രമത്തിന് ദക്ഷിണേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000-കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരും. മുൻകാലങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള ഭക്തന്മാരുടെ ഒരു പ്രധാന വഴി പുളിങ്ങോത്തു നിന്ന് ഭാഗമണ്ഡലത്തേക്കുള്ള 22 കിലോമീറ്റർ കാട്ടുപാതയായിരുന്നു. 10-15 വർഷം മുമ്പ് തങ്ങൾ 5-8 സുഹൃത്തുക്കൾ രാവിലെ 9 മണിക്ക് പുറപ്പെട്ട് ഈ വഴി മുഴുവൻ താണ്ടി വൈകുന്നേരം 5 മണിയോടെ ഭാഗമണ്ഡലത്തെത്തിയിരുന്നു. വിജനമായ മലമ്പാതയുടെ നീണ്ടു പോകുന്ന കയറ്റം കയറി ആ യാത്രയുടെ ഒടുവിലായപ്പോഴേക്കും വിശപ്പും തളർച്ചയും കാരണം അന്യോന്യം ഒന്നും മിണ്ടാനാവാത്ത അവസ്ഥയിലായിരുന്നു എല്ലാവരും എന്ന് പറയും. ഇപ്പോൾ കാവേരി അമ്മയുടെ ആ ഈശ്വര പരിവേഷം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ ലേഖകൻ പറയുന്നത്. ഇപ്പോൾ തുലാസംക്രമത്തിൻ്റെ ദിവസം ബ്രഹ്മഗിരിയുടെ മുകളിലെ തീർത്ഥക്കുളത്തിലെ കാവേരിയുടെ പുതിയ ഉറവ പൊട്ടും എന്നാണ് വിശ്വാസം. അതിൻ്റെ കൃത്യമായ സമയം ജ്യോതിഷ്യന്മാരെ മുൻകൂട്ടി പ്രവചിക്കും. ഉറവജലം ഉയർന്നു വരുന്നതിന് ദൃക്സാക്ഷിയാവുക, തീർത്ഥജലത്തിൽ മുഖം കഴുകുക, അങ്ങനെ കാവേരിയുടെ പിറന്നാളുത്സവത്തിൽ നേരിട്ട് പങ്കെടുക്കുക എന്നത് കുടകു വംശത്തിൽ പിറന്ന ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യകർമ്മമാണ്. തമിഴന്മാരും മലയാളികളും കുടകരും കർണാടകരുമായിട്ടുള്ള 10,000-കണക്കിന് ഭക്തജനങ്ങൾ സംക്രമ ദിവസം തലക്കാവേരിയിലെത്തും. തുലാം സംക്രമത്തിന് കാവേരിയിലെ തീർത്ഥജലം വടക്കൻ കേരളത്തിലെ പെരളശ്ശേരി, കനകമല, കുറ്റിയാട്ടൂര്,
തീർത്താട്ടുമല എന്നിവിടങ്ങളിൽ എത്തിച്ചേരുന്നുണ്ടെന്നാണ് സങ്കല്പം. അപ്പോൾ കാവേരി അമ്മ തന്നെ ദർശിക്കാനെത്തിയ ഒരു മലയാളി ഭക്തൻ്റെ കയ്യിലെ ഓലക്കുടയിലേറി വന്ന് അയാളുടെ വീട്ടിൽ സങ്കേതം ഉറപ്പിച്ചതിൽ നിന്നുണ്ടായ ഒരു ആരാധനാലയവും അത്യുത്തര കേരളത്തിലുണ്ട്. വെള്ളൂരെ കൊടകത്ത് ഭഗവതിയുടെ താനമാണത് എന്ന് പറയും. പിന്നെ തലക്കാവേരിയിലേക്ക് പോകുന്നവരെ ആദ്യം വരുന്നത് ഭാഗമണ്ഡലത്തിലാണ്. പിതൃതർപ്പണത്തിനായി നിത്യവും നൂറുകണക്കിന് ആളുകൾ വന്നെത്തുന്ന ത്രിവേണി സംഘം ഇവിടെയാണ്. അതേപോലെ കാവേരി, കനകയും സുജോതി എന്നീ നദികളാണ് ഭാഗമണ്ഡലത്തെ സംഗമസ്ഥാനത്തെ ഒത്തുചേരുന്നത്. സംഗമസ്ഥാനത്തിന് അടുത്തുള്ള ഭാഗമണ്ഡേശ്വര ക്ഷേത്രം കേരള മാതൃകയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ചെമ്പടി മേൽക്കൂരയോടുകൂടിയ സാമാന്യം വലിയൊരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ ഭാഗമായ മുറികളിലെ ചെലവില്ലാതെ രാത്രി കഴിച്ചുകൂട്ടാം. കിടന്നുറങ്ങാനുള്ള ഒരു പായ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഭാഗമണ്ഡേശ്വര ക്ഷേത്രത്തിൽ ലോഹനിർമ്മിതമായ വിളക്കുതൂണിൻ്റെ തറയിലെ ലിഖിതം ബെഞ്ചമിൻ ലെവിസ് റൈസ് ഇങ്ങനെ അതിനെ വായിച്ചു. അതായത് AD 188 നെൽജി ഗ്രാമത്തിലെ മണവാട്ടി തീയമ്മ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാവേരിയുമായിട്ടെന്ന പോലെ ഭാഗമണ്ഡേശ്വര ക്ഷേത്രവുമായിട്ട് മലയാളിക്ക് വളരെ നേരത്തെ തന്നെ ബന്ധമുണ്ട് എന്നാണ് ഇതുകൊണ്ട് അർത്ഥാക്കുന്നത് എന്ന് പറയും. അപ്പോൾ കുടകരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രമല്ല, വിവാഹം, മരണം തുടങ്ങിയ ജീവിത സന്ധികളിലും മലയാളിയുടെ സാന്നിധ്യം കാണും. മലബാറുമായി വളരെ അടുപ്പമുണ്ടായിരിക്കെ തന്നെ ഇവിടുത്തെ സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചും കുടകർക്ക് സംശയങ്ങളും അവിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. മലനാട് മാണിക്യ മലനാടായിരിക്കെ അജ്ഞാന ഭൂമി കൂടിയാണ് എന്ന് അതിനെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ കുടകിലെ ഇർപ്പ് എന്ന സ്ഥലത്തെ മനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് 2 കഥകളുണ്ട്. ആദ്യത്തെ കഥയനുസരിച്ച് ലക്ഷ്മണൻ ഇർപ്പിലെ ഒരു പാറയിൽ അമ്പെയ്ത് തീയുണ്ടാക്കി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ തീ കെടുത്താനായി രാമൻ സൃഷ്ടിച്ചതാണ് വെള്ളച്ചാട്ടം. ലക്ഷ്മണനും രാമനും ആദ്യം കുടകിലായിരുന്നു. അപ്പോൾ അങ്ങേയറ്റത്തെ അനുസരണയുള്ള സഹോദരനായിരുന്നു ലക്ഷ്മണൻ. പിന്നെ രാമനും ലക്ഷ്മണനും സീതയുമെല്ലാം കേരളത്തിലേക്ക് പോയി. കേരളത്തിലായിരുന്ന കാലം മുഴുവൻ ലക്ഷ്മണൻ സകല കാര്യത്തിലും രാമനെ നിരന്തരം ധിക്കരിച്ചു. തിരിച്ച് ഇവർ വീണ്ടും കുടകിലെത്തിയപ്പോഴാണ് ജ്യേഷ്ഠനോട് താൻ എത്ര മോശമായാണ് പെരുമാറിയത് എന്ന് ലക്ഷ്മണന് ബോധ്യപ്പെട്ടത്. അപ്പോഴുണ്ടായ അസഹ്യമായ കുറ്റബോധമാണ് ആത്മഹത്യാ ശ്രമത്തിൽ എത്തിച്ചത്. അപ്പോൾ കേരളത്തിൽ പോയപ്പോൾ നഷ്ടപ്പെട്ട വകതിരിവ് കുടകിലെത്തിയപ്പോൾ ലക്ഷ്മണനെ തിരിച്ചു കിട്ടിയെന്നാണ് ഇതുകൊണ്ട് അർത്ഥാക്കുന്നത്. പിന്നെ മറ്റൊരു കഥ എന്ന് പറയുന്നത് ഋതുമതിയായിട്ടുള്ള സീതയ്ക്ക് കുളിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ അമ്പെയ്തുണ്ടാക്കിയതാണ് ഇതെന്നും പറയുന്നുണ്ട്. പിന്നെ കുണ്ടേ ഹബ്ബ കുടകിലെ ആദിമ നിവാസികളിലെ തന്നെ ഏറ്റവും ആദിമമായിട്ടുള്ള ഒരു വിഭാഗമായി കണക്കാക്കപ്പെടുന്ന കുറുമ്പരുടെ വാർഷികോത്സവമാണ്. തലേ ദിവസം മുതലേ കുടകിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കുറുമ്പരെ ഈ ഗോണിക്കൊപ്പയ്ക്ക് അടുത്ത ഒണ്ടയങ്ങാടിയിലെ കാട്ടിലയ്യപ്പൻ്റെ അമ്പലത്തിൽ എത്തിച്ചേരും. അവിടെയാണ് ഈ ഉത്സവം നടക്കുന്നത്. അപ്പോൾ കുണ്ടേ എന്ന് പറഞ്ഞിട്ട് ലിംഗത്തെ സൂചിപ്പിക്കുന്ന വടിയും ഏന്തിയിട്ടാണ് ഇവരെ പച്ചയായ അശ്ലീലം പറഞ്ഞ് നടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അന്നത്തെ ദിവസം ആരും കുറുമ്പർക്കെതിരെ ഒന്നും പറയില്ല. തീരെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ ഓടി രക്ഷപ്പെടണം. അത്രയാണ് അന്ന് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അവിടെയുള്ള ഉത്സവത്തെക്കുറിച്ച് പറയുകയാണ്. അതായത് കോഴിയെ ജീവനോടെ എറിഞ്ഞു കൊടുത്ത് അതിനെ ഇങ്ങനെ 10-20ഓളം കൈകൾ ഒറ്റയടിക്ക് വലിച്ചു പറിച്ച് കഴുത്തിലൊക്കെ മാലയാക്കിയൊക്കെ ഇട്ടിട്ട് അത്യന്തം ഭയവും ബീഭത്സവും ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ആ ഒരു ഉത്സവത്തിന് നമുക്ക് കാണാനായിട്ട് പറ്റുകയെന്നും കൂടി ലേഖൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പിന്നെ ആദിവാസികളുടേത് മാത്രമായിരുന്നു പലപ്പോഴും കുടകിലെ ആചാരാനുഷ്ഠാനങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെയെന്ന് അവിടുത്തെ നേർച്ചകളൊക്കെ നമുക്ക് സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. കുടകരുടെ പല വിശ്വാസങ്ങൾക്കും ആദിവാസി വിശ്വാസങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഇനി നായയുമായിട്ട് സഹചാരിത്വം ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു ദൈവം പറശ്ശിനി മുത്തപ്പനാണ്. അപ്പോൾ രാത്രിയിൽ നിന്ന് കേൾക്കുന്ന ചൂളം വിളി അയ്യപ്പൻ തൻ്റെ നായ്ക്കളെ വിളിക്കുന്നതാണെന്നാണ് കുടകരുടെ വിശ്വാസം. അപ്പോൾ അയ്യപ്പൻ്റെ കൂട്ടാളികളായതുകൊണ്ട് തന്നെ കാട്ടുനായ്ക്കളെ കൊല്ലാനോ ഉപദ്രവിക്കാനോ കുടകരെ ധൈര്യപ്പെടാറില്ല. ബുധനാഴ്ചയും ശനിയാഴ്ചയും നായാട്ടിന് പോകരുത് എന്നാണ് അവരുടെ വിശ്വാസം. അയ്യപ്പൻ നായാട്ടിനിറങ്ങുന്ന ദിവസങ്ങളാണ് അവയൊക്കെ. കാടുകളിലെ മരം മുറിയും നായാട്ടും പൂർണ്ണമായും ഒഴിവാക്കി അവർ അയ്യപ്പന് മാത്രമായിട്ട് ആ ദിവസങ്ങൾ
നീക്കി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. കുടകരുടെ അയ്യപ്പൻ പണ്ട് കാട്ടിലയ്യപ്പ, വേട്ടക്കാര അയ്യപ്പ, കുന്നയ്യപ്പ, മലൈദേവ എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. 1834 ബ്രിട്ടീഷുകാർ കുടകിനെ അവരുടെ ആധിപത്യത്തിന് കീഴിൽ കൊണ്ടുവരുമ്പോൾ അവിടെ 6000-ൽ കൂടുതൽ അടിമകളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷുകാരെ അന്ന് അടിമകളെ മുഴുവൻ സ്വതന്ത്രരാക്കിയെങ്കിലും സമീപകാലം വരെ പല രൂപത്തിൽ കുടകിലെ അടിമവേല നിലനിന്നിരുന്നു എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. യജമാന്മാരുടെ ശല്യം സഹിക്കാതാകുമ്പോഴേ വയനാട്ടിൽ നിന്ന് കുടകിലേക്കും തിരിച്ചുള്ള ആദിവാസി അടിമകളുടെ ഒളിച്ചോട്ടം പഴയ കാലത്ത് സാധാരണമായിരുന്നു. അങ്ങനെ ഒളിച്ചോടുന്ന അടിമകളെ തിരഞ്ഞു പിടിക്കരുത് എന്നൊരു പരസ്പര ധാരണ പോലും ദക്ഷിണ കുടകിലെയും വയനാട്ടിലെയും ജന്മിമാർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും പണിയരും അടിയരുമൊക്കെയായ ആദിവാസികൾ കുടകിലെ ഇഞ്ചിപ്പണിക്കും മറ്റുമായി പോയാൽ അടിമകളുടെ ഇതിന് തുല്യമായിട്ടുള്ള ജീവിതത്തിൽ അകപ്പെട്ടു പോകുന്നത് ആയിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കാലത്ത് പീഡകരായ ജന്മിമാരുടെ സ്ഥാനത്ത് കുടകന്മാർക്ക് പകരം കുടകിൽ നിലം പാട്ടത്തിനെടുക്കുന്ന മലയാളികളെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് കഴിയുക എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുക. പിന്നെ ഈ വിരാജ്പേട്ടയിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഹെഗ്ഗള്ള എന്നുള്ള കുടക് ഗ്രാമം, ഇവിടെ ഒരു മനോരോഗ ആശുപത്രി ഉണ്ട്. ഇഗ്നേഷ്യസ് അച്ഛൻ ആണ് ഇവിടെ ധാരാളം രോഗികൾ ചികിത്സിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അച്ഛൻ്റെ മരണത്തോടു കൂടിയിട്ട് ആ ആശുപത്രി തന്നെ ഇല്ലാതെയായി. പിന്നെ ഏകാന്തത വലിയൊരളവോളം പ്രകൃതി തന്നെ കുടകിൽ സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ജനസംഖ്യ നന്നേ കുറവാണ് കുടകിൽ. അതിലെ പണിക്കാരുടെ കൂരകളും പിന്നെ കാടും കുന്നുകളും മനുഷ്യവാസത്തിൻ്റേതായിട്ടുള്ള സ്ഥലങ്ങൾ കുറേ ഇടവിട്ട് മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരു വീട് കഴിഞ്ഞാൽ ഒരുപാട് ദൂരം പോയിട്ട് വേറൊരു വീട്, അങ്ങനത്തെ ഒരു അവസ്ഥ കുടകിൽ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്. ഏകാന്തതയെയും ജീവിതത്തിലെ മറ്റ് പ്രതിസന്ധികളെയും നേരിടാൻ കുടകിലെ സ്ത്രീകൾ പുരുഷന്മാരെക്കാളും മുമ്പിലാണ്. ആണുങ്ങൾ പലരും ഒരു ഘട്ടം കഴിഞ്ഞാൽ മദ്യപാനികളും ദുഃഖിതരും ഒക്കെ ആയിട്ട് കാണപ്പെടും. എന്നാൽ സ്ത്രീകൾ കുറച്ചും കൂടി ധൈര്യത്തോടു കൂടി നിൽക്കുന്നവരാണ്. അപ്പോൾ അതിനുശേഷം നോവലിസ്റ്റായിട്ടുള്ള വത്സൻ എഴുതിയിട്ടുള്ള ഒരു നോവലിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നോവലെഴുത്തൊക്കെ നിർത്തി ഇപ്പോൾ ഇവിടെ താമസിക്കുകയാണെങ്കിൽ നോവലിലെ കഥാപാത്രമായിട്ടുള്ള ദേവമ്മയെ കേരളത്തിലേക്ക് വിവാഹം കഴിച്ചു പോരുക എന്ന് പറയുന്ന വലിയ കുഴപ്പങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആ നോവലിൻ്റെ കഥ മാറ്റിയതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇനി മാങ്കൂട്ടം, കേരളത്തിൽ നിന്ന് കുടകിലേക്കുള്ള റോഡ് ഗതാഗതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് തൃശ്ശൂർ കുടക് റോഡ്. അപ്പോൾ ഈ റോഡ് കൂട്ടുപുഴ പാലം പിന്നിട്ട് കഴിഞ്ഞാൽ കുടകിൻ്റെ അതിർത്തിയായി. അപ്പോൾ പിന്നെ ഒരു 15-20 മിനിറ്റ് നടന്നാൽ മാങ്കൂട്ടത്തെത്താം. അപ്പോൾ തലശ്ശേരിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും കുടകിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും മൈസൂര്, ബാംഗ്ലൂര് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലേക്കും ബസ് യാത്രക്കാരുടെ പ്രിയപ്പെട്ട ഇടത്താവളാണ് ഈ മാങ്കൂട്ടം എന്ന് പറയുന്ന സ്ഥലം. ഇനി മാങ്കൂട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒറ്റ കാഴ്ചയിൽ നിർജീവമാണെന്ന് തോന്നും, പക്ഷേ വിനാശകരമായിട്ടുള്ള ഒരു ആന്തരിക ജീവിതം ഈ മാങ്കൂട്ടത്തിലുണ്ട്. അപ്പോൾ സർക്കാർ നിശ്ചയങ്ങൾക്കും നിയമവ്യവസ്ഥകൾക്കൊക്കെ അപ്പുറമാണ് മാങ്കൂട്ടത്തിലെ ജീവിതം. അതായത് കണ്ണൂർ, കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഒന്നാംകട ചീട്ടുകളിക്കാർ രാവിലെ മുതൽ കാറും ജീപ്പും പിടിച്ച് മാങ്കൂട്ടത്ത് വന്നെത്തും. സമീപത്തു തന്നെ ചോറ്, ചായ, ചാരായം ഇതൊക്കെ കിട്ടുന്ന ശാന്തശീതളമായിട്ടുള്ള ഒരു മായാസങ്കേതം അവിടെ ഉണ്ട്. അപ്പോൾ ജീവിത വ്യവഹാരങ്ങളെല്ലാം മറന്ന് പണത്തിൻ്റെ പോക്കിലും വരവിലും മാത്രം കണ്ണുനട്ട ഏകാഗ്ര ചിത്തരായിട്ട് അവരങ്ങനെ കളിക്കും. അപ്പോൾ അതിന് പറ്റിയ ഒരു സ്ഥലവും കൂടിയാണ് മാങ്കൂട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാങ്കൂട്ടത്തെ ആളും ബഹളവും നിറച്ചിരുന്നത് കശുവണ്ടി കള്ളക്കടത്തായിരുന്നു, മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കശുവണ്ടിയുടെ സ്ഥാനത്ത് റബ്ബർ വന്നപ്പോൾ ആ സ്ഥാനം റബ്ബർ ഏറ്റെടുത്തു. അപ്പോൾ ഇപ്പോഴും കറണ്ട് എത്തിയിട്ടില്ലാത്ത മാങ്കൂട്ടത്തെ സന്ധ്യ കഴിഞ്ഞാൽ പാടികളിലെയും ചായപ്പീടികകളിലെയും മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചം മാത്രമാണ് ഉണ്ടാവുള്ളൂ. ഇനി അവിടെ ടെലിഫോൺ കണക്ഷനുള്ള ഒരേ ഒരു സ്ഥലം പോസ്റ്റ് ഓഫീസാണ്. അപ്പോൾ അവിടെ ചില അതിർത്തി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഇല്ലാതെയാക്കിയെങ്കിലും ജീവിതത്തിൻ്റെ വില കുറഞ്ഞതും അതേപോലെ ലളിതവും സാധാരണമായിട്ടുള്ള സാധ്യതകളും ആവശ്യങ്ങളും തേടി അവിടെ ആളുകൾ എത്താറുണ്ട് എന്ന് പറയുകയാണ്. പ്രധാന ഇടപാട് ചാരായ വിൽപ്പന തന്നെ എന്നാണ് ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്.
ഇപ്പോൾ കുടകിലെ ചാരായ വിൽപ്പനയുടെ ഒരു നീണ്ട വിവരണം തന്നെ അദ്ദേഹം അവിടെ കൊടുക്കുന്നുണ്ട്. ഇനി 17-ാം നൂറ്റാണ്ട് മുതൽക്കുള്ള കുടകിൻ്റെ ചരിത്രത്തിൽ ചോരയും കണ്ണീരുമാണ് ഏറെ ഉള്ളത് എന്ന് പറയണം. അതിൽ രക്തദാഹിയായ മനോരോഗി എന്ന് പറഞ്ഞിട്ട് ഒരു രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ ജനങ്ങളുടെ വീരനായകനായി അവരുടെ രക്ഷാപുരുഷനും ഒക്കെ ആയിരുന്ന ദൊഡ്ഡ വീരരാജേന്ദ്ര അന്ത്യനാളുകളിലെ രക്തദാഹിയായിട്ടുള്ള മനോരോഗിയായി മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ 100 കണക്കിന് ബന്ധുജനങ്ങളെ അദ്ദേഹം കൊടുക്കുകയും പിന്നെ തന്നെ എതിർക്കുവാൻ തോന്നുന്നവരെ സ്വന്തമായി തന്നെ വെടിവെച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ കബാലന്മാർ എന്നറിയപ്പെടുന്ന പ്രത്യേക നിയമിതരായിട്ടുള്ള ആഫ്രിക്കൻ കൊലയാളികളെ വിട്ട് കൊല്ലുകയോ ചെയ്യുന്ന രീതിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ രാജാവിനെ എങ്ങനെയും വധിക്കാൻ തീരുമാനിച്ച് ഒരു കൂട്ടം ജന്മികളൊക്കെ കൂടി നാട്ടുപ്രമാണിമാർ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ കടന്നെങ്കിലും നേരെ വിപരീതമായിട്ടുള്ള ഫലമാണ് ഉണ്ടായത്. രാജാവ് എല്ലാവരെയും വെടിവെച്ച് കൊല്ലുകയും ബാക്കിയുള്ളവരെ ആഫ്രിക്കൻ കൊലയാളികളെ കൊണ്ട് കൊല്ലിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇദ്ദേഹത്തിന് സമനില തെറ്റിപ്പോയി എന്ന് വിചാരിച്ചിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ മകളാണ് പിന്നെ കിരീടാവകാശി ആവേണ്ടിയിരുന്നത്. മകൾക്ക് 10 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അനിയനാണ് പിന്നെ രാജ്യാവകാശം കൊടുത്തത്. അപ്പോൾ അയാൾ വളരെ തന്ത്രപൂർവ്വം അധികാരം കൈക്കലാക്കുകയാണ് ചെയ്തത്. ഇനി മഹാസ്വാമി എന്ന് മാത്രമേ എല്ലാവരും തന്നെ അഭിസംബോധന ചെയ്യാവൂ എന്ന് അനുശാസിച്ച രാജാവാണ് ഈ രണ്ടാമത്തെ രാജാവിനെ കുറിച്ച് പറയുന്നത്, ലിംഗരാജൻ രണ്ടാമനും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ തന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും കുറ്റങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ പിന്നെ മൂക്ക് മുറിച്ച് കളയുക, ചെവി മുറിക്കുക, നാവ് പിഴുത് കളയുക, ഇതൊക്കെയായിരുന്നു രാജാവിൻ്റെ ശിക്ഷകൾ. പിന്നെ ധിക്കാരപൂർവ്വം സംസാരിക്കുന്നവരുടെ ചുണ്ട് വായ്ക്ക് ചുറ്റിലുമായിട്ട് വട്ടത്തിൽ മുറിച്ച് കളഞ്ഞ് ആഹാരവും വെള്ളമൊക്കെ നൽകാതെ മരിക്കാൻ വിടുകയാണ് വേറൊരു ഏർപ്പാടുണ്ടായിരുന്നത്. തന്നെ അധികാരത്തിൽ ഏറ്റാൻ വേണ്ടി സഹായിച്ച അപ്പണ്ണ എന്ന് പറഞ്ഞ ഒരാളെ കാട്ടിൽ കൊണ്ടുപോയി മരത്തിനോട് ചേർത്ത് നിർത്തിയും ജീവനോടെ ആണിയടിച്ച് കൊല്ലുന്ന ഒരു രീതിയും രാജാവ് ചെയ്തു. ഇനി അദ്ദേഹത്തിന് ശേഷം വന്ന ആള് പിന്നെ ഈ ക്രൂരതയിലെ ഇദ്ദേഹത്തെക്കാൾ ഒരു പടിയും കൂടി മുമ്പിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വീരരാജ രണ്ടാമൻ എന്ന ചിക്കവീര രാജേന്ദ്രയായിരുന്നു അത്. 1983 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മാസ്തി വെങ്കിടേഷ് അയ്യങ്കാരുടെ ചരിത്ര നോവലിൻ്റെ വിഷയം ഈ രാജാവിൻ്റെ കഥയാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ സുഖഭോഗങ്ങളിലുള്ള ആസക്തി മറ്റ് ഏത് കുടക് രാജാവിനേക്കാളും ഇയാൾക്കായിരുന്നു കൂടുതൽ. ഇപ്പോൾ രാജ്യത്തുള്ള മുഴുവൻ സ്ത്രീകളെയും പല ഘട്ടങ്ങളിലായിട്ട് രാജാവ് തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി അതിന് സന്നദ്ധരാവാത്ത സ്ത്രീകളുടെ ഭർത്താക്കന്മാരെയൊക്കെ കൊന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ രാജ്യത്തെ എല്ലാ കന്യകകളും തൻ്റെ ആനന്ദത്തിനുള്ളതാണെന്ന് ഒരിക്കൽ രാജാവ് പ്രഖ്യാപിച്ചു. അപ്പോൾ എല്ലാ പിതാക്കന്മാരും ഒറ്റ രാത്രി കൊണ്ട് തങ്ങളുടെ മക്കളെയൊക്കെ വിവാഹം കഴിപ്പിച്ചയച്ചു. പക്ഷേ അങ്ങനെയുള്ള പിതാക്കന്മാരെയൊക്കെ കൊല്ലുകയോ ജയിലിലടക്കുകയോ ചെയ്തു ഈ രാജാവ്. അപ്പോൾ ഇങ്ങനെയുള്ള രാജഭരണത്തിന് ശേഷം 1834 മെയ് 7 കുടകിനെ അവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. കുടക് രാജവംശത്തിലെ അവസാനത്തെ അംഗം ഗൗരമ്മ രാജകുമാരിയാണ്. ദുരന്ത കഥാപാത്രത്തിൻ്റെ ജീവിതകഥ ഒരുപാട് നാടകീയതകൾ നിറഞ്ഞതാണ് എന്നാണ് പറയുന്നത്. പിന്നെ കുടകർക്ക് വിദേശ രാജ്യങ്ങളുമായിട്ട് വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ഇനി കുടകിനെ കുറിച്ച് ഏറ്റവും മനോഹരമായി എഴുതിയ കുടക് സഞ്ചാരിയും ദർവല മർഫിയാണ്. അപ്പോൾ അവിടുത്തെ ശവസംസ്കാര ചടങ്ങ് കണ്ടിട്ട് അവരിങ്ങനെ പറയുണ്ടായി, പിന്നെ പുഴുക്കൾ തിന്നു തീർക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് സൗന്ദര്യാത്മകം തന്നെയാണ് തീനാളങ്ങളാൽ വിഴുങ്ങപ്പെടുന്നത്. അപ്പോൾ അഗ്നി അങ്ങേയറ്റം മനോഹരമാണ്, തീക്ഷ്ണമാണ്, അന്തിമമാണ്. അപ്പോൾ എൻ്റെ ശവദാഹ ചടങ്ങ് അങ്ങനെ ആക്കണം എന്നുള്ള ആഗ്രഹം ദർവല മർഫി തൻ്റെ പുസ്തകത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുറിപ്പും കൂടിയും പറഞ്ഞിട്ടാണ് ലേഖകൻ തൻ്റെ കുടക് കുറിപ്പുകൾ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എൻ പ്രഭാകരൻ്റെ കുടക് കുറിപ്പുകൾ എന്നുള്ള യാത്രാവിവരണത്തിൽ ഇത്രയാണ് ഉള്ളത്.